മക്കളെ മാനേജ് ചെയ്യുന്നത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ അവർക്കാണ്. പലപ്പോഴും പലയിടത്തും യാത്രകളിലും മറ്റുമൊക്കെ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള പരാതികളാണ്, പാരന്റ്സ് ആണെങ്കിൽ മക്കളെ പറ്റിയുള്ള പരാതിയാണ്, നാട്ടുകാരാണെങ്കിൽ അയൽവാസികളെ പറ്റിയുള്ള പരാതികളാണ്. നമ്മുടെ കുട്ടികളൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട് ടീനേജേഴ്സ് എന്ന് പറയാം. ടീനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീനിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. 13 അത് തുടങ്ങുന്നത്. 13, 14, 15 അങ്ങനെ പോയിട്ട് 19 വരെ വരുന്ന ടീനേജേഴ്സ്. ഈ ടീനേജ് പ്രായത്തിലാണ് കുട്ടികൾ കൗമാരത്തിലെത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു മെഡിക്കൽ കൺസൾട്ടേഷന് വിധേയമാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു പീഡിയാട്രീഷ്യനെ ആയിരിക്കും. കാരണം 12 വയസ്സ് വരെയുമുള്ള കുട്ടികളുടെ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നത് ഒരു പീഡിയാട്രീഷ്യനാണ്. അതിന് മുകളിലേക്ക് വരുമ്പോഴാണ് ഒരു ജനറൽ ഫിസിഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ 12 വയസ്സ് വരെയും ശിശുവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല കേട്ടോ. ടീനേജേഴ്സ് എന്ന പദം ഒരു ടീനിന്റെ ഒരു സ്ട്രോങ് സ്റ്റേജ്, ഒരു കൊടുങ്കാറ്റ് കാലമാണ്. ഭയങ്കര എനർജി ആയിരിക്കും, ഒരു പേടി ഉണ്ടാവില്ല. വെട്ടിയിട്ട് കഴിഞ്ഞാലും തിരിച്ച് ജോയിൻ ചെയ്യുമെന്നൊക്കെ പറയും. കല്ല് കഴിച്ചാലും ദഹിക്കുമെന്നൊക്കെ പറയാറുണ്ട്. കാരണവന്മാരെ മക്കളെ പറ്റിയിട്ട് പറയാറുണ്ട്, കല്ല് കഴിച്ചാലും ദഹിക്കുന്ന പ്രായമല്ലേ, നീക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയും. വെട്ടി 2 പീസാക്കി കഴിഞ്ഞാലും തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുക അത്രേ. അതാണ് എനർജി ടൈം. ഈ ഒരു പ്രായത്തിനാണ് സ്ട്രോങ് സ്റ്റേജ്, കൊടുങ്കാറ്റ് വീശുന്നത് പോലെ എനർജിയുള്ള ടൈം. ഈ കൊടുങ്കാറ്റിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നാശം സമ്പാദിച്ചുകൊണ്ടാണ്, വലിയ നാശം സമ്മാനിച്ചുകൊണ്ടാണ് അത് തിരികെ പോവുള്ളൂ. വലിയ ഗൗരവമാണ്, ആ പ്രായം മാറിപ്പോവുള്ളൂ. അപ്പോ കൗമാര കാലഘട്ടത്തിൽ ഗുരുത്തക്കേടുകളെ, കുസൃതികളെ പറ്റിയൊക്കെ പലപ്പോഴും പലരും കുറെ പ്രായത്തിൽ കഴിയുമ്പോൾ അമ്മയും വല്ലമ്മയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടത് സാഹൂതം ചിരിക്കാറുണ്ട്. നമ്മളൊക്കെ പണ്ട് കാലത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കുസൃതികൾ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുരുത്തക്കേടുകൾ, ഇതൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അതുപോലെയല്ല. 1970-കൾക്കും 1990-കൾക്കും ഇടയിൽ ജനിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയ ആളുകൾ ഒരു പഴമയുടെ, ഒരു പഴയ കാലഘട്ടത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടവരാണ്. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പോയിരുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞാല് പറയും, വാഴയില വെട്ടിയിട്ട് വലിയ വാഴയില, തൂഷണയില നീളം കൂടിയിട്ട് ഒരു 3 പേര് വാഴയിലയില് മഴ നനയാതെ പിടിച്ചു പോയിരുന്നൊരു കാലഘട്ടം. ഉച്ചക്കത്തെ ചോറില് കപ്പയും കാച്ചിലും പുഴുങ്ങിയ കടലയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. പുഴയിൽ നന്നായി നീന്തി തുടിച്ചിരുന്നൊരു കാലഘട്ടം. ചെളിയിൽ ഫുട്ബോൾ കളിച്ചിരുന്നൊരു കാലഘട്ടം. അങ്ങനെയൊക്കെ വളരെ പ്രകൃതിയുമായി ഇണങ്ങിയും ആളുകളുമായി സഹകരിച്ചും സഹവസിച്ചും ഒരു കുടുംബത്തിൽ തന്നെ 8, 10, 12 കുടുംബാംഗങ്ങൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലൂടെ ജീവിച്ചിരുന്ന കാലഘട്ടം. മിക്കവാറും എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചിരുന്ന ഒരു കാലഘട്ടം. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ കിണറ്റിൽ നിന്നും കോരിയെടുത്ത പ്രകൃതിയുടെ മധുരമുള്ള വെള്ളം കുടിച്ചിരുന്ന കാലഘട്ടം. മിക്കവാറും എല്ലാ ദിവസവും സന്ധ്യയോടുകൂടി തിരിച്ച് വീട്ടിൽ വന്നിരുന്ന കാലഘട്ടം. മിക്കവാറും രാത്രി 9-നും 10-നും ഇടയിൽ ഉറങ്ങിയിരുന്ന കാലഘട്ടം. ഉറങ്ങുന്നതിന് മുന്നേ ശരീരത്തിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കിടന്നിരുന്ന കാലഘട്ടം. സന്ധ്യക്ക് വീട്ടിൽ കയറുമ്പോൾ കൈകാലുകൾ വൃത്തിയായി കഴുകിയിട്ട് വീട്ടിൽ കയറിയിരുന്ന കാലഘട്ടം. ഇതൊക്കെ മാറിയില്ലേ? ഈ കൗമാരക്കാരെ കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ കൗമാരപ്രായത്തിലുള്ള മക്കൾക്ക് ഉറക്കം എപ്പോഴാണ്, ഉണരുന്ന എപ്പോഴാണ്? നേരെ ചൊവ്വേ പോഷകാംശങ്ങളുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ജങ്ക് ഫുഡ്സിന്റെ കാലഘട്ടമാണ്. ഇല്ലാത്ത അസുഖങ്ങളുടെ പേരുകൾ പോലും കേട്ടാൽ ഞെട്ടുന്ന അസുഖങ്ങളുടെ എണ്ണം കൂടി വരുന്ന കാലഘട്ടം. ഇത് ശാരീരികമായ ആരോഗ്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഞാൻ നിങ്ങളും ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നിടത്ത് ആരോഗ്യത്തെ 3ആയി തിരിക്കാം: ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, സാമൂഹികാരോഗ്യം. ഈ ആരോഗ്യം എന്താണെന്നതിനെ പറ്റി, ആരോഗ്യത്തെ പറ്റി പറയാൻ വ്യക്തമായ ആധികാരിക സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ആരോഗ്യത്തെ പറ്റി പറയുന്നത്, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, and not merely the absence of diseases or deformities.
ആരോഗ്യം എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യമാണ്. അല്ലാതെ അസുഖങ്ങളില്ല, അപാകതകളില്ല എന്നതല്ല ആരോഗ്യത്തിന്റെ മാനദണ്ഡം. വല്ല അസുഖമുണ്ടോ? എനിക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ അസുഖമില്ലാത്ത ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അപാകതകൾ വല്ലതുകൊണ്ടോ? ചെറുവിരലിന് പോലും കേടില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾക്ക് ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒരുമിക്കണം. അത് ശാരീരിക ആരോഗ്യം, ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടാകണം. 2 മെന്റൽ വെൽബീയിങ് ഉണ്ടാകണം. 3 സോഷ്യൽ വെൽബീയിങ്, സാമൂഹിക സൗഖ്യം ഉണ്ടാകണം. ഫിസിക്കൽ വെൽബീയിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി മക്കളെ ഓടിച്ചിട്ടിരുന്ന അമ്മമാരുടെയും വല്യമ്മമാരുടെയും കാലഘട്ടം, അമ്മൂമ്മമാരുടെയും കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് 3 മാസം കൂടുമ്പോൾ പോലും ശരീരത്തിൽ എണ്ണ തേക്കുന്ന ഒരു സ്വഭാവം കുട്ടികൾക്കില്ല. ഏറ്റവും വലിയ ഗൗരവം കൗമാരപ്രായത്തിൽ കഴിയുമ്പോഴാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചിരുന്നില്ല. കുടിക്കുന്ന വെള്ളം തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏതാണ്ട് 30 സെന്റിമീറ്ററോളം നീളത്തിലുള്ള അന്നനാളം ഒരു 30ന്റെ സ്കെയിൽ എടുത്ത് തൊണ്ടയിൽ വെച്ചാൽ അതിന്റെ അറ്റം വന്ന് നിൽക്കുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മുടെ സ്റ്റൊമക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അഥവാ ആമാശയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്ക് 30 സെന്റിമീറ്റർ നീളത്തിലൂടെ വെള്ളം കടന്നു വന്നിട്ട് ആമാശയത്തിലേക്ക് വീണ് അവിടെ നിന്ന് ചെറുകുടലിലേക്ക് യാത്രയായി 18 അടി മുതൽ 22 അടി വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ചെറുകുടലിനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ വയറിന്റെ ഉള്ളിൽ. എന്നിട്ട് അതിലൂടെ ഈ വെള്ളം കടന്നു പോകണം, എന്നിട്ട് വൻകുടലിലേക്ക് എത്തണം. അങ്ങനെ ഈ ഡയജസ്റ്റീവ് റൂട്ടിലൂടെ ഇത്രയും നീളത്തിൽ ഒരു മനുഷ്യന്റെ പൊക്കം എത്രയാണോ അതിന്റെ 6 ഇരട്ടിയാണ് ഈ ദഹന വ്യവസ്ഥയുടെ നീളം. 6 അടി പൊക്കമുള്ള ഒരാൾക്ക് 36 അടി നീളത്തിലുള്ള ദഹന വ്യവസ്ഥ ഈ ചെറിയ ഭാഗത്ത് ചുരുട്ടി കൂട്ടി വലിച്ച് ഒരു കോയിൽഡ് ഫോമിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. അതിലൂടെ ആദ്യം കടന്നുകൊണ്ട് വെള്ളമാണ്, ശുദ്ധമായ വെള്ളം. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അതും കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് കിണറ്റിലെ വെള്ളം നേരെ എടുത്ത് കുടിക്കാനാവില്ല. കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ഒരു കിണറില്ല, ഈസ്ട്രീഷ്യ കോളൈ ബാക്ടീരിയ ഇല്ലാത്ത കിണറില്ല. എല്ലാത്തും മലിനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള സാധ്യതകൾ വളരെ കുറവുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ കുഴപ്പമില്ല. ബിപിയും പ്രഷറും കൊളസ്ട്രോളും കിഡ്നി പ്രോബ്ലംസും ഫാറ്റി ലിവർ ഇഷ്യൂസും ഒന്നും ഇല്ലാതെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ആരോഗ്യത്തോടെ ഒരു 50-55 വയസ്സുകാരൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ചെറിയ പ്രായഘട്ടത്തിൽ അഥവാ അവരുടെയൊക്കെ കൗമാര കാലഘട്ടത്തിൽ അവർക്ക് കൊക്കക്കോള, പെപ്സി, 7up, ബർഗർ, ഷവർമ, ചില്ലി ചിക്കൻ, ചിക്കൻ 65 ഈ വക ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് ഇതൊന്നും കിട്ടാതിരുന്നതുകൊണ്ടാണ് ഇന്ന് 50, 55, 60 വയസ്സുകാരൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. വളരെ ആധികാരികമായ പഠനമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വളരെ ഓത്തന്റിക് സ്റ്റഡിയിൽ പറയുന്നു. 2010 കണക്കാണ്, ലേറ്റസ്റ്റ് കണക്കില്ല. 2010 കണക്ക് പ്രകാരം 20 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ലോകത്ത് മരണപ്പെടുന്നത് 15 ലക്ഷം ആളുകളാണ്. ഈ 15 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് 35 വയസ്സിനും 20 വയസ്സിനും ഇടയിലാണ്. അപ്പൊ 20 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ഒരു മരണം സംഭവിക്കാനുള്ള കാരണം 20ാമത്തെ വയസ്സിലോ 21ാമത്തെ വയസ്സിലോ വന്ന അസുഖമല്ല. അതിന്റെ നിദാനമാകുന്ന ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. 10 വയസ്സ് മുതൽ ഹാർട്ട് ബ്ലോക്കിന് കാരണമാകുന്ന അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 10ാമത്തെ വയസ്സ് മുതൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്ന ബ്ലോക്കുകളുടെ അളവ് കൂടി സ്വഭാവത്തിൽ തീരെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ ഹാർട്ട് പ്രശ്നത്തിലാകുന്നതും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രകൃതിയിലേക്കും പാരമ്പര്യത്തിലേക്കും മടങ്ങി വന്നുകൊണ്ടുള്ള ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഇല്ലെങ്കിൽ ഭാവി തലമുറ കാത്തിരിക്കുന്നത് പ്രായാധിക്യം എത്തിയ വയോവൃദ്ധരുടെ മാത്രം നാടായ ഒരു നാടായിക്കൊണ്ട് ഇന്ത്യ അറിയപ്പെടും. ചെറുപ്പക്കാരില്ലാത്ത, യുവത്വമില്ലാത്ത ഒരു കാലഘട്ടം കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, പ്രാർത്ഥനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ചർച്ചിൽ പോയാലും മോസ്കിൽ പോയാലും അമ്പലത്തിൽ പോയാലും അവിടെയൊക്കെ ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. പ്രായമുള്ളവരെ കൂടുതലും കാണുന്നത്. ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അതിനൊന്നും താല്പര്യമില്ല. ഇനി ആളുകളുടെ എണ്ണം കുറവാണ്. ഇനി അതിനേക്കാളും ഗൗരവമായിട്ട് വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കൗമാരപ്രായം, കൗമാര കാലഘട്ടം, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വ്യക്തമായി തീരുമാനം എടുക്കണം. രാത്രി ഉറങ്ങുന്ന സമയത്തിന് കൃത്യമായ നിബന്ധന വെക്കണം. രാത്രിയിലെ ഉറക്കം വൈകുന്തോറും അവരുടെ ബോഡിയിൽ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് മാനസിക ആരോഗ്യം നശിപ്പിക്കുന്നിടത്തേക്ക് എത്തും. എന്റെ 2ാമത്തെ പോയിന്റിലേക്ക് ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫിസിക്കൽ വെൽബീയിങ് കഴിഞ്ഞ് മെന്റൽ വെൽബീയിങ് ആണ്.
ക്ഷമ എന്ന സാധനം ജീവിതത്തിൽ ഉണ്ടാവില്ല. ടോളറൻസ്, സഹിഷ്ണുത ഉണ്ടാവില്ല. അല്പസമയം ഒരിടത്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലത്ത് ഒരു 2 മിനിറ്റ് കഴിയുന്നതോടുകൂടി ഇറിറ്റേറ്റഡ് ആവും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതെന്താണ് അങ്ങനെ ഇങ്ങനെ? ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ വൈകുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒന്ന് ടെൻഷൻ ആവുകയാണ്, ഇറിറ്റേറ്റഡ് ആവുകയാണ്. കാരണം എന്താ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിലേക്ക് വളരെ ക്ലിയർ കട്ടായി സഹനശേഷി ഉണ്ടാവേണ്ട കാലത്ത് നിന്ന് മാറിയിട്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഫ്രെയിമുകൾ മാറിക്കൊണ്ടിരിക്കുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ ഫ്രെയിമുകൾ മാറുന്ന ഈ വീഡിയോ ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പിന്നെ ക്ഷമ ഉണ്ടാവില്ല. കാരണം എന്താ? സെക്കൻഡ്സിന്റെ വ്യത്യാസം നമ്മൾ കാണുകയാണ്. ഓരോ ഫ്രെയിമുകൾ മാറി മാറി വരികയാണ്. ഇത് കണ്ട് ശീലിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും റിയാലിറ്റി ലൈഫിൽ ആ സ്പീഡിൽ പല കാര്യങ്ങളും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ മാനസികാരോഗ്യം അഥവാ ക്ഷമ, സഹിഷ്ണുത, സഹനം ഇല്ലാതാവും. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ 2024 ജൂലൈ മാസത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതാധികാരികളുമായി നടത്തിയ ചർച്ചയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, 2030 ഇന്ത്യൻ ആർമിയിലേക്കും കേരള പോലീസിലേക്കും ആരോഗ്യമുള്ള ഒരു തലമുറയെ കിട്ടാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗൈഡൻസ് മേഖലയിലെ ഏതെങ്കിലും ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ട് പറയാം, കണ്ണിന് ആരോഗ്യമില്ലാത്തൊരു തലമുറ വരാൻ പോകുന്നു. നട്ടലിന് വളവ് സംഭവിക്കുന്ന ഒരു തലമുറ വരാൻ പോകുന്നു. കുട്ടികളൊക്കെ മൊബൈൽ കാണാനിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കഴുത്തിന്റെ ഭാഗം ഈ കസേരയിൽ മുട്ടിയിട്ടുണ്ടാവും, നടുവിന്റെ ഭാഗം നേരെ കസേരയുടെ അങ്ങേറ്റത്തായിരിക്കും. ഇങ്ങനെ പിന്നെ ട്രിഗ്നോമെട്രിയിലെ മറ്റേ പൈതഗോറസ് തിയറം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ചരിഞ്ഞൊരു ഇരിപ്പാണ്. ഈ ഇരിപ്പെന്ന് ദീർഘിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും നട്ടലിന് വളവുണ്ടാകുന്നു. നട്ടലിന്റെ വളവുണ്ടാകുന്ന ഒരാൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരാളെ സൈന്യത്തിൽ എടുത്തിട്ട് കാര്യമില്ല. ആർമിയിൽ വേണ്ട, നേവിയിൽ വേണ്ട, എയർഫോഴ്സിൽ വേണ്ട, പോലീസിൽ വേണ്ട, CSF വേണ്ട, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വേണ്ട, റെയിൽവേ പോലീസിൽ വേണ്ട. അതിലേക്ക് പറ്റുന്ന ഒരാളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞില്ല. ഈ കണ്ണിന്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കണ്ണിനെ കാഴ്ചക്കുറവുണ്ടാകുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ. മൊബൈൽ എത്രത്തോളം സമയം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിലെ ബ്ലൂ റേസ് എന്നറിയപ്പെടുന്ന രശ്മികൾ സ്പർശിച്ചാൽ, കണ്ണിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ കണ്ണിന്റെ സാധാരണ വലുപ്പത്തേക്ക് അല്പം കൂടി ബൾജാവും. കണ്ണിന്റെ സാധാരണ കണ്ണിന്റെ ഗോളം, ഐബോളിന്റെ സൈസ് തുടർച്ചയായ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൊണ്ട് അല്പം കൂടി ബൾജാവും. ബൾജാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ണിന്റെ റെറ്റിനയിൽ വന്നിട്ടാണ് പ്രകാശം പതിക്കേണ്ടത്. കണ്ണിന്റെ റെറ്റിനയിൽ പതിച്ച ശേഷമാണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത്. ഈ റെറ്റിനയിൽ പതിക്കേണ്ട പ്രകാശം ഈ റെറ്റിനയ്ക്ക് തൊട്ട് മുന്നേ വന്ന് പതിക്കുന്ന അവസ്ഥയിലെത്തും. പിന്നെ ഈ റെറ്റിനയിലേക്ക് പ്രകാശത്തെ പതിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ലെൻസ് അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ കണ്ണട വെക്കാതെ പറ്റില്ല. എന്ന് വെച്ചാൽ കണ്ണട വെക്കേണ്ട അവസ്ഥയിലേക്ക്, അഥവാ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു തലമുറയിലേക്ക് 2030 കാത്തിരിക്കുകയാണ്. കൗമാരപ്രായക്കാരെ പറയുമ്പോ എന്തൊക്കെ പറയാൻ, ഒരു കൺട്രോളും ഇല്ലാത്ത കാലമാണ്. അല്ലെങ്കിലും കുറെയൊക്കെ നമ്മുടെ വരുതിയിൽ വരുത്താൻ പറ്റും. കൗമാരപ്രായക്കാരോട് കളിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ കളി, അധ്യാപകൻ കളി കണ്ടതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൗമാരപ്രായക്കാരോട് കളിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ അവരെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിയന്ത്രണമില്ലാത്ത, സഹിഷ്ണുതയില്ലാത്ത, ടോളറൻസ് ഇല്ലാത്ത, ക്ഷമയില്ലാത്ത ഒരു തലമുറ നമ്മെ കാത്തിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ മൊബൈലാണ്. മൊബൈൽ ഫോൺ തീരെ പാടില്ലെന്നല്ല, അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇത് മാനസികാരോഗ്യം തകർക്കുന്നു. ശാരീരികാരോഗ്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാനസികാരോഗ്യം മറ്റൊരു പ്രശ്നമാണ്. ക്ഷമ ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ഫ്രെയിംസ് മാറി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ അധ്യാപകന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അയാൾ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് അവിടെ എത്തി ചോക്ക് എടുത്ത് എഴുതി തിരിഞ്ഞു മറിഞ്ഞ് എന്താവാനാണ്. അതേസമയം സെക്കൻഡ്സ് മാറുന്ന ഫ്രെയിമുകൾ കണ്ട് ശീലിച്ച കുട്ടിക്ക് ഈ ക്ലാസ് ഭയങ്കര മടുപ്പായിരിക്കും. ഒരു വിഷയം ഗൗരവതരമായിരുന്നു കേൾക്കാനാവില്ല. അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ മതി, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് വേണ്ട. ഇങ്ങനൊരു തലമുറ വരികയാണ്. കഴിഞ്ഞില്ല, ഈ മക്കളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ട് അവരുടെ പ്രശ്നം ഉണ്ടാവും അല്ലെ. പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളോടൊപ്പം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇതിനെ എങ്ങനെയാണ് അവരെ ഉപദേശിക്കേണ്ടത് വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ മറുപടി നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരോട് സംസാരിക്കുമ്പോൾ അതില് ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് കൊണ്ടുവന്നുള്ള സംസാരമാണ് വേണ്ടത്.
ഒരു ഗുഡ്നെസ് ഫീൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അവിടെ പറയണം. അതായത് അതിന് സാധാരണ നമ്മൾ ഈ പിന്നെ GFC എന്ന് പറയാം, ഗുഡ് ഫീൽ കമ്മ്യൂണിക്കേഷൻ. അതോടൊപ്പം തന്നെ നോട്ട് സോ ഗുഡ് ഫീൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ GFC ഉണ്ട്, NSGFC ഉണ്ട്. അപ്പൊ ഈ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് കൗമാര പ്രായത്തിലുള്ള ആൾക്ക് വേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരാം. അതോടനുബന്ധിക്കുന്ന ഒരു സിമ്പിൾ തിയറി ഞാൻ ആദ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു. ഈ തിയറി ശരിക്കും പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ലോകത്ത് ഒരുപാട് അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. ഇപ്പോൾ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഓക്കെ, നോക്കുക. ഇതിനെ ഈ തിയറിയെ 80-20 തിയറി എന്ന് വിളിക്കാം. നിങ്ങളുടെ കേട്ടോന്നറിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തിയറിയാണ് 80-20 തിയറി. അതായത് 20% എഫേർട്ട് കൊണ്ട് 80% റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. 20% എഫേർട്ട് എടുത്താൽ 80% സക്സസ് ഉണ്ടാവണം. 80% സക്സസ്, 80% പിന്നെ എഫേർട്ട് എടുത്തിട്ട് 20% സക്സസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര അബദ്ധമാണ്, ടൈം കൺസ്യൂമിങ് ആണ്, നഷ്ടമാണ്. അപ്പൊ 20% പിന്നെ എഫേർട്ട് കൊണ്ട് നമുക്ക് 80% റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് 80-20 തിയറി എന്ന് പറയുക. ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കച്ചവടക്കാരന്റെ 80% പ്രോഡക്റ്റും 20% ആൾക്കാർ വാങ്ങുന്ന അവസ്ഥ. ഈ പ്രോഡക്റ്റിനെ പ്രീമിയം പ്രോഡക്ട്സും പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയാം. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, അയാളെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സിന്റെ 80% പോകുന്നത് സമൂഹത്തിലെ വെറും 20% ആൾക്കാരെ കൊണ്ടായിരിക്കും. അപ്പൊ ആ പ്രോഡക്റ്റുകൾ പ്രീമിയം കാറ്റഗറി പ്രോഡക്ട്സ് എന്ന് പറയാം. അപ്പൊ സമൂഹത്തിലെ നല്ല പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് ആ പ്രോഡക്റ്റ് വാങ്ങാറുള്ളൂ. അതിന്റെ 80% ആ 20% ആൾക്കാരെ കൊണ്ടാണ് പോകാറുള്ളത്. ബാക്കി വരുന്ന 20% പോകുന്ന 80% ആളുകൾ തിരിച്ചു വരിക്കും. അത് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത കസ്റ്റമേഴ്സ് വരിക്കും. അപ്പൊ അത് സെയിൽസിൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ശരീരം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മറ്റൊരു അത്ഭുതമുണ്ട്. ശരീരത്തിലെ വൻകുടൽ എന്നറിയപ്പെടുന്ന സംഭവം, ഈ വൻകുടലിലും ഇതുപോലൊരു അത്ഭുതമുണ്ട്. 80-20 തിയറി ഉണ്ട്. നോക്കുക, ഇത് വൻകുടലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. വൻകുടലാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വൻകുടലിന്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയകളുണ്ട്, ഗുഡ് ബാക്ടീരിയ. ഈ ഗുഡ് ബാക്ടീരിയകൾ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ വൻകുടലിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വൻകുടലിലാണ് കേട്ടോ. ഈ വൻകുടലിനുള്ളിൽ മോശം ബാക്ടീരിയകളുണ്ട്, വളരെ മോശമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഈ മോശം ബാക്ടീരിയകളുടെയും നല്ല ബാക്ടീരിയകളുടെയും എണ്ണം, നല്ല ബാക്ടീരിയകളുടെയും മോശം ബാക്ടീരിയകളുടെയും എണ്ണം 80:20 എന്ന റേഷ്യോയിലാണെങ്കിൽ ഇത് വളരെ നല്ലൊരു വൻകുടലാണ്. ഇയാൾക്ക് ഡയബറ്റീസ് ജീവിതത്തിൽ വരില്ല, ലിവർ പ്രോബ്ലം ഉണ്ടാവില്ല, കിഡ്നി പ്രോബ്ലം ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പിന്നെ അൾഷിമേഴ്സ് വരില്ല, പിന്നെ മാനസിക ആരോഗ്യം എപ്പോഴും നിലനിർത്താണ്ടാവില്ല. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. 80% ഗുഡ് ബാക്ടീരിയയും 20% ബാഡ് ബാക്ടീരിയയും. കാരണം 100% നമുക്ക് ബാഡ് ബാക്ടീരിയകൾ 100% ഇല്ലാതാക്കാനാവില്ല. അതായത് 100% നല്ല ബാക്ടീരിയകൾ മാത്രം എന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അത് 80:20 ആണ്. അപ്പൊ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം ഉണ്ടാവും. അവിടെയും ഒരു 80-20 തിയറി കാണാൻ പറ്റും. എന്നതുപോലെ കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങൾ പലതാണ്. അവരോട് നിങ്ങൾ സംവദിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ യു ഹാവ് ടു അപ്ലൈ എൻ 80-20 റൂൾ. ഈ 80-20 റൂൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ്? കൗമാരപ്രായക്കാരോട് പറയുന്ന കാര്യങ്ങളിൽ 80% ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് കൊണ്ടുവരുന്ന ഡയലോഗുകളായിരിക്കണം. GFC ആയിരിക്കണം. ഗുഡ് ഫീൽ കമ്മ്യൂണിക്കേഷൻ. 20% മാത്രം നോട്ട് സോ ഗുഡ് ഫീൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. GFCയും NSGFCയും തമ്മിലുള്ള വ്യത്യാസം,
ഗുഡ് ഫീൽ കമ്മ്യൂണിക്കേഷൻ 80%. അതായത് 100 കാര്യങ്ങൾ അവരോട് ഒരു ദിവസം പറയുന്നുണ്ടെങ്കിൽ അതിൽ 80 കാര്യങ്ങളും അവരോട് പറയുമ്പോൾ അവർക്കത് ഗുണകരമാണെന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കണം. നിങ്ങൾ പറയുന്ന കാര്യം ഒന്നായിരിക്കും, പക്ഷെ അത് പറയുന്ന ശൈലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. പിന്നെ ഒന്ന് സ്ക്രീൻ ഔട്ട് ചെയ്യട്ടെ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി മൊബൈല് കൂടുതൽ സമയം യൂസ് ചെയ്യുന്നു. എപ്പോ നോക്കിയാലും മൊബൈൽ ഇട്ടിരിക്കുകയാണ്. രാത്രിയിൽ നോക്കുമ്പോൾ കാണാൻ ഒരു 12-12:30 മണിക്ക് മൊബൈലിലാണ്. നിങ്ങൾക്ക് പല രീതിയിൽ റിയാക്ട് ചെയ്യാം. അവനെ വിളിച്ചിട്ട് മൊബൈൽ പറ്റി വെക്കണം, കുറെ നേരം വെച്ചുകൊണ്ടിരിക്കുന്നത്, രാത്രി ഉറങ്ങൂല എന്ന് പറഞ്ഞ് അവരോട് ചൂടാവാം. ഇത് ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്? GFC ആണോ NSGFC ആണോ? ഇതൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിലാവുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. NSGFC. നോട്ട് സോ ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇതൊരു തരമാണ്. വൈകിട്ട് കളിക്കാൻ പോകുന്ന കുട്ടിയോട് പിന്നെ കളി കഴിഞ്ഞ് പെട്ടെന്ന് വന്നേക്കണം, ഇത് പഠിക്കാനുള്ളതാണ്. സത്യമാണ്, നിങ്ങൾ നുണയൊന്നും പറഞ്ഞിട്ടില്ല, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയേ പറഞ്ഞിട്ടുള്ളൂ, അത് വേണ്ടതുമാണ്. ഇത് NSGFC ആണ്. നോക്കൂ, തെങ്ങിന്റെ പട്ടയെടുത്ത് തലക്കിട്ടടിക്കും എന്ന് പറയലും നാളികേരത്തിന്റെ ശാഖോപശാഖകൾ കൊണ്ട് തലയിൽ തലൂടും എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. സംഭവം തന്നെ ഇരിക്കും, പക്ഷെ പറച്ചില് സാധാരണ മാറും. പിന്നെ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നോട്ട് സോ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, നോട്ട് സോ ഫീലിംഗ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വന്നാൽ കുട്ടികൾ നമുക്ക് ശത്രുക്കളാവും. ഞാൻ കൗമാരപ്രായക്കാരെ പറ്റിയാണ് പറയുന്നത്. അതേസമയം ബാല്യകാലഘട്ടത്തിൽപ്പെട്ട ആളുകൾ, അത് 9 വയസ്സ് വരെ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന 12 വയസ്സും 13 വയസ്സൊന്നും അല്ല. 9 വയസ്സിലാണ് കൗമാരം തുടങ്ങുന്നത്. 13 വയസ്സിലെന്ന് ആരോ പറഞ്ഞു. ഇന്ന് കാലം മാറി. കുട്ടികളുടെ ഫിസിക്, അവരുടെ നേച്ചർ, അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാത്തിലും മാറ്റം വന്നു. 14 വയസ്സുള്ള കാലഘട്ടത്തിൽ പറഞ്ഞാൽ പോലും തിരിയാത്ത കാര്യങ്ങൾ 9 വയസ്സുള്ള കുട്ടിക്ക് തിരിയും. 14 വയസ്സുള്ള കാലഘട്ടത്തിൽ അവൻ പഠിച്ചിരിക്കേണ്ട ശരീരധർമ്മശാസ്ത്രപരമായി അവന്റെ സ്വന്തം ശരീരത്തെ പറ്റി പോലും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലും അറിയില്ലാത്ത കാര്യങ്ങൾ ഇന്ന് 9 വയസ്സുള്ള കുട്ടി പറഞ്ഞു തരും. അപ്പൊ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി, അവരുടെ IQ ഡിഫറെന്റ് ആയി, അവരുടെ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യത്യാസം വന്നു, കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹോർമോണൽ മാറ്റങ്ങൾ വന്നു. പലതരത്തിലാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇവരുമായി ഇടപെടുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു വിജ്ഞാനം കരഗതമായിക്കൊണ്ടല്ലാതെ പാരന്റ്സ് ഇടപെടാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് കൊണ്ടുവന്നുള്ള സംസാരമായിരിക്കും എപ്പോഴും നല്ലത്. അവരുടെ നർച്ചറിങ് സ്റ്റൈൽ ഓഫ് ഡയലോഗ് 20% ക്രിട്ടിക്കൽ ആയിരിക്കണം, 20% നോട്ട് സോ ഗുഡ് ആയിരിക്കണം. 20% നോട്ട് സോ ഗുഡ് ആയിരിക്കണം. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, 100% നല്ല ബാക്ടീരിയകൾ മാത്രമുള്ള ഒരു വൻകുടലിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷെ 80% മോശം ബാക്ടീരിയ ഉള്ള വൻകുടലാണെങ്കിൽ അസുഖങ്ങളുടെ പരമ്പരയായിരിക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് തന്നെ പറയാം. വൻകുടലിൽ 80% പാത്തോജനിക് ബാക്ടീരിയകളാണെങ്കിൽ, അഥവാ രോഗകാരികളായ ബാക്ടീരിയകളാണ് 80% എങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഒന്നാമത്തെ പ്രശ്നമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അവരുടെ ശരീരം അവനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. സ്വന്തം ശരീരത്തിനെതിരാവുകയാണ്. അത് ബാക്ടീരിയകളുടെ, മോശം ബാക്ടീരിയകളുടെ എണ്ണം കൂടുമ്പോഴാണ്. അതേസമയം 80% നല്ല ബാക്ടീരിയകളാണെങ്കിലോ ഇത്രയും നല്ലൊരു ബോഡി വേറെ ഉണ്ടാവില്ല. ടോയ്ലറ്റും കഴിഞ്ഞ് തിരിച്ചു വന്ന സ്മെല്ല് പോലും ഉണ്ടാവില്ല. അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് നല്ല ബാക്ടീരിയകൾ. എങ്കിൽ പോലും അതിന് 100% നല്ല ബാക്ടീരിയകൾ എന്ന അവസ്ഥയിൽ എത്തിക്കാൻ സാധ്യമല്ല. 80-20 റൂൾ, 20% ഓഫ് ദ എഫേർട്ടും 80% ഓഫ് ദ റിസൾട്ടും. 80% ഓഫ് ദ പ്രോഡക്ട്സ് സെയിൽ ചെയ്യപ്പെടുന്നത് 20% ഓഫ് ദ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്കാണ്. ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ 100% എന്നൊരു സംഭവം ഇല്ല എന്നർത്ഥം. എന്നതുപോലെ 100% ഒരു ഗുഡ്നെസ് ഫീൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, ഗുഡ്നെസ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. 100% മോശമാക്കാനും പാടില്ല. അപ്പൊ 80% ഒരു GFCയും ഒരു 20% NSGFCയും ആയിരിക്കണം. ഒരു ദിവസം കൗമാരക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് 80-20 റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവർക്ക് ഗുണകരമാകാവുന്ന ശൈലിയിലും അവർക്ക് ഗുണകരമാണെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴും 20% ക്രിട്ടിക്കൽ ഡയലോഗ് കൊടുക്കണം എന്നാണ് എനിക്ക് പറഞ്ഞതിന്റെ അർത്ഥം. അത് ആ വിഷയത്തെ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 14ാമത്തെ വയസ്സെത്തുന്നതോടുകൂടി കുട്ടികളെ പരിഗണിക്കുന്നതിന്റെ അവസ്ഥ കുട്ടിക്ക് തിരിച്ചറിയണം. കൗമാരക്കാരനായ മകൻ, കൗമാരക്കാരിയായ മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, 14 വയസ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ
ആ മകന് ഷെയ്ക്ക് കൊടുക്കുന്നിടത്ത് ഒരു മടിയും പിതാവിന് വിചാരിക്കേണ്ട. മകളെ ചേർത്ത് നിർത്തിയെടുക്ക് നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്ന വിഷയത്തിൽ ഒരു മാതാവിന് ഒരു അമാന്തവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. ഈ പരിഗണന അപ്പോൾ കൊടുക്കണം. അത് അതിന്റെ റിമാണ്, അതിന്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അവിടെയും നിങ്ങൾ അത് പരിഗണിച്ചില്ലെങ്കിൽ ആ പരിഗണന കൊടുക്കുന്നിടത്ത് കുട്ടികൾ ചായും. 9ാം ക്ലാസ് 14 വയസ്സ് ഐഡന്റിറ്റി തേടുന്ന സമയമാണ്. അവർ സ്വയമായിട്ട് അവരുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്വത്വം എന്ന് പറയും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനായി ലോകത്ത് വന്നത്, എന്റെ ഉദ്ദേശം എന്താണ്? കൂട്ടുകാരോടെ പഠിച്ചു വിളിച്ച് നടക്കലാണോ, സിനിമയ്ക്ക് പോകലാണോ, കഞ്ചാവ് വലിക്കലാണോ? മാതാപിതാക്കൾക്കും സമൂഹത്തിനും നല്ല കുട്ടി എന്ന പേരിൽ തന്നെ നിലനിന്ന് നല്ല കുട്ടിയായി തന്നെ ജീവിച്ചു മരിക്കുക എന്നുള്ളതാണോ? ഇതൊക്കെ തീരുമാനിക്കുന്നത് 14ാമത്തെ വയസ്സിലാണ്. ഈ സ്വത്വബോധം എന്നറിയപ്പെടുന്ന സാധനം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആ കുട്ടിക്ക് ആ സ്വത്വബോധത്തെ പുറത്ത് കാണിച്ചു കൊടുത്തിട്ട് അവന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് അവന് മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് അവനൊരു ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ അവന് നമ്മൾ പരിഗണന കൊടുക്കണം. റെക്കഗ്നീഷൻ ലോകത്ത് ആർക്കാ വേണ്ടാത്തത്? പരിഗണന വേണ്ടാത്ത മനുഷ്യൻ നിങ്ങൾ പറയുമോ? ഞാൻ ആരെയും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളെ കിട്ടുമോ? പരിഗണന മസ്റ്റാണ്. ഈ പരിഗണന 14ാമത്തെ വയസ്സിൽ കൊടുക്കണം. എങ്ങനെയാ 14ാമത്തെ വയസ്സിൽ കൊടുക്കണം? 14ാമത്തെ വയസ്സിലെങ്കിലും കൊടുക്കണം. സ്കൂളിൽ വിട്ട് വരുന്ന ആരും കാണുമ്പോ ഒന്ന് ഷെയ്ക്ക് കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? പിതാവിന് ആ ഒരു ലജ്ജ മാറണം, ദുരഭിമാനം മാറണം. 14 വയസ്സുള്ള മോളെ കാണുമ്പോ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടാവും, കൈയൊക്കെ വാഷ് ചെയ്ത് റെഡിയായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും ചുമ്മാ ചേർത്ത് നെറ്റിയിലും കൊടുക്കാം. എന്താ അമ്മ എന്തൊരു ഉമ്മ, ചുമ്മാ ഒരു ഉമ്മ തരാൻ തോന്നി, ചുമ്മാ ചെയ്യാം. ഈ പ്രകടനങ്ങൾ വേറെ കാര്യമുണ്ട്. ഈ ക്ലാസ്സിൽ കുട്ടികളായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നാളെ എല്ലാം മുറിയും കേട്ടോ. കുട്ടികളില്ലാതെ കൊടുക്കണം, കുട്ടികളെ മാറ്റി നിർത്തണം. കൗമാരപ്രായത്തെ പറ്റിയിട്ട് കൗമാരം കരുതലോടെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് ഇങ്ങനെ കരുതി കഴിഞ്ഞാൽ ഒന്നാവൂല. ടിപ്സും ട്രിക്സും കൈവിട്ടു പോകും. അങ്ങനെ 14ാമത്തെ വയസ്സിൽ പരിഗണന കൊടുക്കണം. ഇതിനെ 3 ഭാഗങ്ങളായിട്ട് മോഡേൺ സൈക്കോളജി തിരിച്ചായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ 7 വയസ്സ് വരെയും കുട്ടികൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് മടുക്കുന്ന പ്രായമാണ്. എന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കണം. പരിഗണിക്കാൻ ആ ചോദ്യങ്ങൾ പരിഗണിക്കാതിരിക്കരുത്. എന്താ വെച്ചാൽ അതിങ്ങനെ നീ വല്ല പണികൾ നോക്കും, പാടില്ല മോനെ, അത് ഇന്ന കാരണം കൊണ്ടാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു തുമ്പി പിടിച്ചിട്ട് പിന്നെ ആ ചോദ്യം വേറെ വഴിക്ക് ചോദിക്കും. മോനെ അത് ഇന്നത് സംഭവം കൊണ്ടാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ഒരു പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ പൂവിന്റെ ഇതളുകൾ പൊഴിയാതെ എത്രത്തോളം സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടോ അതുപോലെ കൊണ്ട് നടക്കേണ്ട സമയമാണ് ആദ്യത്തെ 7 വയസ്സ്. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അപ്രീഷിയേഷൻ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയമാണ്. 14ാമത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷർട്ട് അയൺ ചെയ്യിക്കാം, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, ചായ എടുത്തിട്ട് വരാൻ പറയാം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കേണ്ട സമയമാണ്. 14ാമത്തെ വയസ്സായാൽ പരിഗണന കൊടുക്കണം. കുട്ടികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. കൗമാരപ്രായക്കാരോട് ഇടപെടുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും മൈൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. അവനെന്തറിയാം, അവനൊരു ഉത്തരവാദിത്വമില്ല, അവനൊരു മണ്ടനാണ്, പൊട്ടനാണ്, ജീവിതത്തോട് ഒരു അലംഭാവമാണ്, ഒരു നിസ്സഹകരണമാണ്, സമീപനം പോലും ശരിയല്ല. ഇതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ട് കൊടുക്കും. പാടില്ല. അവർക്ക് അവരുടെ സ്വത്വബോധം പുറത്തു വരുന്ന. സാറേ അത് ഡിലേ ആയിരുന്നു, കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറയോ? 14 തൊട്ട് പറഞ്ഞ 14ാമത്തെ വയസ്സ് തൊട്ട് റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും. മൊത്തത്തിലൊരു ടെക്നിക്കൽ കംപ്ലൈന്റ് ആണോ അതോ ചോദ്യകർത്താവിന്റെ മാത്രം വിഷയമായിരുന്നോ? പൊതുവെ അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കെല്ലാം ഉണ്ടോ? എല്ലാവർക്കും ഓക്കെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോ 14ാമത്തെ 7 വയസ്സ് മനസ്സിലാക്കി കാണുന്നിരിക്കുന്നു. 8ാമത്തെ വയസ്സ് തൊട്ട് 14ാമത്തെ വയസ്സ് വരെ വരുന്ന പിന്നത്തെ 7 വർഷം. ആദ്യത്തെ 7 വർഷം പറഞ്ഞു, പിന്നത്തെ 7 വർഷം പറയുന്നു. ആദ്യത്തെ 7 വയസ്സ് വരെയും കുട്ടികളെ പരിഗണിച്ച് തന്നെ കൊണ്ടു നടക്കണം. ചോദ്യങ്ങൾക്ക് ഉത്തരം. അവർ രാജാക്കന്മാരാണ്, പ്രിൻസും പ്രിൻസസുമാണ്. അവരങ്ങനെ ഒരു രാജാവിനെ പരിഗണിക്കുന്നത് പോലെ കൊണ്ടു നടക്കേണ്ടി വരും. അതിനിടയിൽ ദുർവാശി ഉണ്ടാവും, ദുശീലങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യേണ്ടത് വേറെ വിഷയമാണ്. അത് ബാല്യമാണ്, മറ്റൊരു വിഷയം. നമ്മുടെ വിഷയം കൗമാരമാണ്. 2ാമത്തെ 7 വർഷ കാലഘട്ടം അഥവാ 8ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെയും വരുന്ന അടുത്ത 7 വർഷം ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയും പറഞ്ഞു ചെയ്യിക്കുകയും കുറച്ചു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവർ ചെയ്യുന്നത് അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് അതിന്റെ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. 8 വയസ്സുള്ള കുട്ടിയോട് ഷർട്ട് അയൺ ചെയ്യാൻ പറയാ എന്നുള്ളത് കുറച്ച് ദ്രോഹമാണ്. അല്ല 13 വയസ്സുള്ള കുട്ടിയോട് ഷർട്ട് അയൺ ചെയ്യാൻ പറയാം. അപ്പൊ ഷർട്ട് അയൺ ചെയ്തിട്ട് വാ മോനെ, പപ്പ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ, ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് തരുമോ, ഇങ്ങനെയൊക്കെ കുട്ടികളോട് ചോദിക്കാം. ചെയ്ത് കഴിയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഗസ്റ്റേഴ്സ് മതി, വെറുതെ ഈ നെറ്റി പൊങ്ങിയ സൂപ്പർ, നൈസ്, ഗുഡ് ജോബ്, വണ്ടർഫുൾ ഇതൊക്കെ പറയുകയും ചേർത്ത് നിർത്തുകയും നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണ് 8 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ.
14ാമത്തെ വയസ്സിൽ ആവർത്തിക്കുന്നു, പരിഗണന നിർബന്ധമാണ്. 14ാമത്തെ വയസ്സെത്തിയിട്ടും നിങ്ങൾ മക്കളെ പരിഗണിച്ചില്ലെങ്കിൽ പരിഗണന കിട്ടുന്നിടത്തേക്ക് പോകും. ആ പരിഗണന കിട്ടുന്ന ആളുകൾ നോക്കുക, അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി സൈക്കോളജിയുടെ തിയറികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് 9 വയസ്സിലാണ്. അതിന്റെ എക്സ്ട്രീം പോയിന്റ് 14ാമത്തെ വയസ്സിലാണ്. They want friends, those whose interest and values are similar to them. അവർക്ക് സുഹൃത്തുക്കളെ വേണം. Those whose interest and values are similar to them. മൂല്യങ്ങളും താല്പര്യങ്ങളും അവരോടൊത്തവർ. Who understand them. അവരെ മനസ്സിലാക്കുന്നവർ. And make them feel secure. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നവർ. And in whom they can confide problems and discuss matters they feel they cannot share it with teachers or parents. അധ്യാപകരോടും മാതാപിതാക്കളോടും സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവർ. അങ്ങനെ 4 തരത്തിലുള്ള അന്വേഷണത്തിന്റെ തീവ്രമായ യാത്രയുടെ എക്സ്ട്രീം പോയിന്റ് ആണ് 14ാമത്തെ വയസ്സ്. 14ാമത്തെ വയസ്സിലും ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പരാജയമാണ് ഫലം. പിതാവ് അർത്ഥത്തിൽ പരാജയമാണ്, മാതാവ് അർത്ഥത്തിൽ പരാജയമാണ്. Those whose interest and values are similar to them. അവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും അവരോടൊത്തവർ. കുട്ടിയുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ്, അത് കറക്റ്റ് ചെയ്യണം. ഫുട്ബോളിന് താല്പര്യമുള്ള കുട്ടി ഫുട്ബോൾ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 fools are playing and 11,000 fools are watching എന്ന്, 22 fools are watching and 22 fools are playing and 22,000 fools are watching എന്ന് നമ്മൾ പറഞ്ഞാൽ കുട്ടി നമുക്ക് ശത്രുവാകും. നമുക്ക് ഫുട്ബോൾ താല്പര്യമില്ലായിരിക്കാം, പക്ഷെ അവന് ഫുട്ബോൾ താല്പര്യമുണ്ടെങ്കിൽ അവന്റെ താല്പര്യത്തെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ താല്പര്യമില്ലായ്മയെ നമ്മൾ വിശദീകരിക്കാൻ. അവിടെയാണ് ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയാനുള്ള കാരണം. നോട്ട് സോ ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഏത് ഫുട്ബോൾ കുറെ പൊട്ടന്മാര് ഇങ്ങനെ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹീറോസ് മെസ്സിയും റൊണാൾഡോയും ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനെ ഒരു ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ കൊണ്ടുവരണം. അവരെ പറ്റി കൂടുതൽ പഠിക്കണം. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടി വരും. അവരുടെ ഇൻട്രസ്റ്റും താല്പര്യങ്ങളും മൂല്യങ്ങളും എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാൻ ആരാണ്? മെസ്സി ആയിരിക്കാം, അല്ലെങ്കിൽ റൊണാൾഡോ ആയിരിക്കാം, ആയിക്കോട്ടെ. അവരെ പറ്റി നമ്മളൊന്ന് പഠിക്കേണ്ടി വരും. അതിന്റെ പോസിറ്റീവ് ആംഗിൾസ് മാത്രം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇങ്ങനെ ചില നെഗറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇത്രയും പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോസിറ്റീവ് ആകുകയാണ്, ഓക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് സമയം പോക്കാണ്. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ 14ാമത്തെ വയസ്സ് അഭിപ്രായങ്ങൾ ചോദിക്കണം. നാളെ നിങ്ങൾ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്രയാവുകയാണ് ഫാമിലി ആയിട്ട്. ചോദിക്കാം, മോനെ നാളെ നമ്മൾ പോവല്ലേ, എങ്ങനെ പോകണ്ടത്, എന്റെ അഭിപ്രായം എന്താ? ട്രെയിന് പോകണോ, ബസ്സിന് പോകണോ, നമുക്ക് കാറിന് ഡ്രൈവ് ചെയ്ത് പോയാൽ മതിയോ, എന്റെ അഭിപ്രായം? ഇതൊക്കെ കുട്ടിയോട് വെറുതെ ചോദിക്കാം. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, പക്ഷേ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട പ്രായമാണ് 14ാമത്തെ വയസ്സ്. വീട് പണിയുടെ ഇടയിൽ പോലും കട്ടില വെക്കണ എവിടെ ചോദിക്കാൻ വിടത്, തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു, ബട്ട് വെറുതെ ചോദിക്കാം. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ അന്വേഷണ ത്വര വരും. എന്നോട് എന്റെ പപ്പ പലതും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. ഇങ്ങനെയാണ് അന്വേഷണ ത്വര ഉണ്ടാകുന്നത്. ഇവനൊക്കെ വല്ലതും അറിയും, പത്രം വായിക്കൂല, ആരോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ, കേരള ഗവർണർ ആരാ, ഇതൊന്നും ചോദിച്ചാൽ അവൻ അറിയില്ല. ഇതിങ്ങനെ ഇവനറിയില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പരസ്യമായിട്ട് പറയില്ല. സ്വത്വബോധം ജനിക്കുന്നിടത്ത് ഞാൻ ഒന്നുമില്ല എന്ന അർത്ഥത്തിലേക്ക് അവനെ കീഴ്പ്പെടുത്തി കളയുന്ന ചില ഡയലോഗുകളാണ്. ഇനി കേട്ടോളൂ, 14ാമത്തെ വയസ്സിനും 18ാമത്തെ വയസ്സിനും ഇടയിലുള്ള ഒരാൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവന്റെ പിതാവായിരിക്കും. 14ാമത്തെ വയസ്സിനും 18ാമത്തെ വയസ്സിനും ഇടയിലുള്ള ഒരാൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവന്റെ പിതാവായിരിക്കും. 22ാമത്തെ വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ പറയും, എന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്റെ ഫാദറാണ്. 22 വയസ്സെത്തും, അപ്പോഴേക്കും പിന്നെയും കഴിയണം 4 വർഷം. അപ്പോഴേക്കും നല്ല സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ 14നും 18നും ഇടയിൽ രക്ഷിതാക്കൾ കൗമാരക്കാരോട് ഇടപെടുമ്പോൾ ആദ്യ സൂക്ഷ്മത കൈവരിക്കണം. കുറച്ചു സൂക്ഷ്മത വേണം. ഇങ്ങനെ പിടിക്കാം, മുറുക്കരുത്. ഉള്ളം കയ്യിൽ ഇങ്ങനെ വെക്കാം, ഉള്ളം കയ്യിൽ വെക്കാം, മുറുകി പിടിക്കരുത്, വളരെ സൂക്ഷിക്കാം. ഇവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം സംഭവിച്ചു എന്ന് വിചാരിക്കുക. കുട്ടികളായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത് പ്രശ്നമാണ്, ഒരു ഇഷ്യൂ ആണ്. ആദ്യത്തെ ഉടക്കം ഉണ്ടാകുന്നത് ആൺകുട്ടിയാണെങ്കിൽ പപ്പയായിട്ടായിരിക്കും, പെൺകുട്ടിയാണെങ്കിലും അമ്മയായിട്ടായിരിക്കും. രണ്ടുപേരായിട്ട് അടിയാവും, പ്രശ്നമാവും. പെൺകുട്ടികൾ പപ്പയുടെ പ്രിൻസസ് ആണ്, ആൺകുട്ടികൾ മമ്മയുടെ പ്രിൻസുമാണ്, ഒരു സംശയമില്ല. ഇങ്ങനെ ഈ ഒരു സാഹചര്യം നമ്മളെടുത്ത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പ്രത്യേക സ്നേഹവും സ്വന്തം സൈഡിലേക്കുള്ള ദേഷ്യവും, ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് സൈക്കോളജി വിളിച്ചത്. ഈഡിപ്പസ് കോംപ്ലക്സ് അത് ജന്മനാൽ ഉണ്ടാവും. ഒരു ആൺകുട്ടിക്ക് സ്വതവേ പിതാവിനോടുള്ള ഒരു കോൾഡ് വാർ ദേഷ്യവും മാതാവിനോടുള്ള സ്നേഹവും, പെൺകുട്ടിക്ക് നേരെ തിരിച്ചു. അപ്പൊ ഇതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കാം. എനിവേ ഇത് പണ്ടേ ഉള്ളതാണ്. അപ്പൊ ഈ 14നും 18നും ഇടയിൽ
കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട്, ഈ സ്വത്വബോധം ഉണ്ടാകുന്നത് കൊണ്ട്, ഞാൻ ആര്, ഞാൻ എന്ത് എന്നൊരു ഒരു അന്വേഷണ ത്വര വരുന്നത് കൊണ്ട് ആ സമയത്തുള്ള പരിഗണന കൂടുതൽ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അഥവാ എന്തെങ്കിലും കാരണവശാൽ കുട്ടിയുമായിട്ട് തെറ്റേണ്ടി വന്നാൽ അവിടെ ശരിക്കും ഒരു ഡിപ്ലോമാറ്റിക് നിലപാട്, ഒരു നയപരമായ നിലപാട് വേണം. 14 വയസ്സുകാരനുമായിട്ട് മൊബൈലിന്റെ വിഷയം പറഞ്ഞ് തെറ്റി, ഒരു ഫാദർ തെറ്റി. ഒരു സിമ്പിൾ കേസ് സ്റ്റഡി ആയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കൗമാരപ്രായക്കാരുടെ ഇടപെടലോടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ടുള്ള ചെറിയൊരു സൂചനയാണ്. അപ്പോ ഒരു മൊബൈൽ ഇഷ്യൂ ആകാം, മാർക്ക് കുറഞ്ഞതാകാം, ഏതെങ്കിലും തരത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് അറിഞ്ഞതാകാം. ഫാദർ ആകെ പ്രശ്നമായി വീട്ടിൽ കിടന്നു, ബഹളവും തല്ലും ബഹളവും പിണങ്ങി. ഇത് സോൾവ് ചെയ്യാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് പറയാമോ ഈ ഒരു സിറ്റുവേഷനെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കൊന്ന് പറയാമോ? ഇത് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്തത്? ഈ ഇഷ്യൂ ആർക്കെങ്കിലും ഒന്ന് ബാക്കി ഒന്ന് പൂരിപ്പിച്ച ശേഷം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിന്റെ ബാക്കി എന്താന്നുള്ളത്, സാധാരണ എന്താ നടക്കാറുള്ളത് പറയാമോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പേരന്റ് ഇടപെടും? കുട്ടികളൊന്നും കൂടെ ഇല്ലാന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് പറയുമോ ഇങ്ങനൊരു സിറ്റുവേഷനെ ബാക്കി നിങ്ങളൊന്ന് പൂരിപ്പിക്കണം. ഞാനൊരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, ഇതിൽ തിരക്കഥ ബാക്കി നിങ്ങൾ പറയുക, അത് എന്താകുമെന്ന് പറയുക, എന്താകണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതോടെ ആ വിഷയത്തിന്റെ ഒരു സൊല്യൂഷൻ ഇവിടെ ആവും. പറയാമോ? എന്തോ ഒരു സംതിങ് റോങ്, ഒരു പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കുട്ടികൾ കണ്ടു, അല്ല ആരോ പറഞ്ഞറിഞ്ഞു, വീട്ടിൽ വന്നു, ബഹളമായി, ഒച്ചയായി, പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിങ്ങനെ പോയാൽ അവിടെ എത്തും. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷട്ടിൽ ബാറ്റ് കണ്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഹതഭാഗ്യാണ് ആ വീട്ടിലെ മാതാവ്. ഈ വിഷയത്തെ ഒരു പിതാവിനോ മാതാവിനോ, കോമൺലി കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവരും പഠിക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാക്കി ഭാഗം പൂരിപ്പിക്കാം, ഒന്ന് പറയാമോ? സർ, യെസ് പ്ലീസ്. സ്വാഭാവികമായിട്ടും അപ്പൻ മകനെ കുറ്റപ്പെടുത്തുമല്ലോ. സ്വാഭാവികമായിട്ടും ഒന്നും രണ്ടും പറയുമല്ലോ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിലെ അവന് മറുപടി പറയാനില്ലാണ്ട് വരുമ്പോൾ ആ കുറ്റബോധം അവൻ വീടുകളിലെ സാധനങ്ങളോ മൊബൈലോ ഒക്കെ എടുത്ത് തല്ലി പൊട്ടിച്ച് അങ്ങനെ അതൊരു നിശബ്ദതയിലോട്ട് പോകും. മകൻ ചില കേസ് അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരി, പിന്നെ അവനെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, അവനെ പറ്റി അല്ലെങ്കിൽ അവൻ എന്താണ് സംഭവിച്ചെന്ന് കേൾക്കുന്നില്ല. ഫസ്റ്റ് തന്നെ കുറ്റബോധത്തിലോട്ട് അവനെ തള്ളിവിടുമല്ലേ. ശരി, പിന്നെ അത് എങ്ങനെ സോൾവ് ആവും? പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ആ ദിവസങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം, കഥ പോലെ, സിനിമ പോലെ. അത് കുറച്ച് സൈലൻസിലോട്ട് പോകും, കുറച്ച് ദിവസം സൈലൻസ് ആവും. എന്നാലും എങ്ങനെ ആ സൈലൻസ് എവിടെയും കൂട്ടിമുട്ടിയിട്ട് അത് സോൾവ് ആവും? അതപ്പൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താലേ ഒക്കത്തുള്ളൂ. അങ്ങനെ എടുക്കാറുണ്ടോ പലരും? ഇല്ല, സാധാരണ കാണാറില്ല. ഇവിടെയാണ് പോയിന്റ്. അമ്മ ഇടപെടേണ്ടി വരും. അമ്മ ഇടപെടൽ എങ്ങനെയാവും? സിമ്പിൾ ആയിട്ട് പറയാമോ? അമ്മ ഇടപെടൽ എന്താകും? എങ്ങനെയാണെന്ന് ചെയ്യാൻ പോകുന്നത് പറയാമോ? അമ്മക്ക് പറയാം, എന്ത് അച്ഛൻ പൊതുവെ ഇങ്ങനെയാണ്, പക്ഷെ നീ അത് സോൾവ് ആക്കണം എന്നുള്ള രീതിയിൽ മകനെ സപ്പോർട്ട് ചെയ്തിട്ട്, പക്ഷെ അച്ഛൻ്റെതായ വാല്യൂ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് അത് സോൾവ് ആക്കാൻ പറ്റും. 14 വയസ്സുള്ള സ്വത്വബോധം അന്വേഷിക്കുന്ന, സ്വന്തം ജീവിതത്തിൽ ലക്ഷ്യം എന്തെന്ന് അന്വേഷിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ അടുത്ത് പോയിട്ട് അച്ഛൻ എന്തെല്ലാം അങ്ങനെയൊക്കെയല്ലേ, ഞാൻ തന്നെ പോയിട്ട് മാപ്പ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കാര്യം പഠിച്ച് മാപ്പ് പറയുന്നൊരു മകനെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും കിട്ടുമോ? കഥയിലൊക്കെ രസമാണ്. അച്ഛൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി മോനോട് സംസാരിക്കേണ്ടി വരും. അതെങ്ങനെ ഇനിയാണ് സിറ്റുവേഷൻ? ഓക്കെ, എങ്ങനെയാണത്? അത് ശരിക്കും ഭീകരാവസ്ഥകൾ ഉണ്ടാക്കണ്ടല്ലോ. എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, സാധാരണഗതിയിൽ ഫാദർ അത്രയും റോങ് ആവുന്ന സമയത്ത് ഒരു നല്ല കൈത്താങ്ങായിട്ട് മദർ അവിടെ ഉണ്ടാവണം. കാരണം ഒന്നാമത്തത്, കുട്ടികളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, മോനെ നിന്റെ പ്രശ്നമല്ല ഇത്, നിന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. ആദ്യം ആ ഒരു മക്കളെ നമ്മൾ പറ്റ മോശമല്ല, ചിലപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ഒന്ന് ചെറിയ ഒരു കൂട്ടിപ്പിടുത്തം ആ മക്കൾ പിടിച്ചേ തീരും. കാരണം അവിടെ മാതാവും കൂടി പല സ്ഥലത്തും മാതാവും കുറ്റപ്പെടുത്തുണ്ടാവുന്ന സമയത്ത് ആ കുട്ടി വളരെയധികം ഡിപ്രഷനിലേക്ക് പോയിട്ട് പിന്നെ പല തെറ്റുകളിലേക്കും ഓൾറെഡി പോകും. കാരണം ആരുമില്ല അവന്, ഞാൻ ആരോട് പറയും? പിന്നെ സ്നേഹിക്കാൻ എവിടെ പുറമെ കിട്ടിയാൽ അതിന്റെ ബാക്കിൽ മരുന്നിന്റെ ബാക്കിൽ പോവാണ്. ഇവിടെ മാതാവ് ഭയങ്കര റോളാണുള്ളത്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ. കാരണം ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞു, ആൺകുട്ടികളും അതായത് ഫാദറും മക്കളും എപ്പോഴും ശത്രുക്കളായിരിക്കും. സത്യമാണത്. അവർക്ക് എന്ത് പറഞ്ഞാലും ആ ഒരു ഇവര് ബേജാറ് കൊണ്ട് ഫാദർ എന്ത് ചെയ്യും, ഒക്കെ റോങ് ആയിട്ട് മാത്രമേ സംസാരിക്കും, നെഗറ്റീവ് ഭാഷയിലെ സംസാരിക്കും. പലർക്കും അറിയൂല ഈ സാറ് പറഞ്ഞ 80-20 റൂളേ ഉള്ളൂ. പല പിതാക്കൾക്കും അത് അറിയില്ല. നേരെ തിരിച്ച്
ചിലപ്പം ഈ ഒരു സമയത്ത് മാതാക്കൾ അധികവും ക്ലാസ്സും കാര്യങ്ങളും കേൾക്കൊണ്ട് അവർക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം. ആ ഒരു സമയം അതിന്റെയും പൈ കിട്ടുക ഈ ഒരു മാതാപിതാക്കളാണ്. നീയാണ് മക്കളെ കേടെടുക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മളെ മക്കൾ നിങ്ങൾ നല്ലതാണ്, പക്ഷെ നിങ്ങളെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു പോകുന്നതേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അടുപ്പിക്കുന്ന സമയത്ത് പിന്നെ പറഞ്ഞു കൊടുക്കാം ഉപ്പ അതല്ല ബേജാറും കൊണ്ടാണ്, പ്രശ്നം ടെൻഷൻ ആയിട്ടാണ്, അല്ലാണ്ട് ഉപ്പൻ്റെ ഇതുകൊണ്ടൊന്നും അല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അത് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അവരോട് പറ്റ ഒരു മോശമായിട്ടുള്ള ഒരു ചിന്ത അവർക്ക് വരൂല. സ്വാഭാവികമായിട്ടും അത് ചെറിയ രീതിയിൽ അത് അവിടെ പിതാവും കുറച്ച് ഇനീഷ്യേറ്റ് ചെയ്തേ തീരൂ. അല്ലാതെ ആ ഒരു ഓക്കെ, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എങ്ങനെയാണ് ആ പിതാവ് ഇപ്പൊ മാതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. നിങ്ങളിപ്പോ ലേമൺ ടെക്നോളജി എന്ന് പറയും. അതായത് ഇപ്പൊ ഈ വിഷയം ഞാനിപ്പോ വഴിയിപ്പോ നടന്നു പോകുന്ന ഒരാളെ വിളിച്ചിട്ട് പിന്നെ അല്ല ബൈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് സോൾവ് ചെയ്യാം. അതിപ്പോ ആ കുട്ടിയുടെ മാതാവ് ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് സോൾവ് ആവേണ്ടതാണ്. സംഭവം ശരി തന്നെയാണ്. അത് നിങ്ങളിപ്പോ ലാസ്റ്റ് പറഞ്ഞ് കറക്റ്റ് പോയിന്റാ. പിതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ആവശ്യമാണ്. അത് എങ്ങനെയാണ് ഒരു ഈഗോ സെൻട്രിസം വർക്ക് ചെയ്യാതെ അത് സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി ഈ 14 വയസ്സുള്ള മകനോട്, കൊച്ചുകുട്ടിയല്ല, തല്ലിയപ്പോ പോയി കിടന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പിന്നെ ബെഡിൽ കമന്ന് വീണ് കിടക്കുന്ന മകനെ പുറകിൽ കൂടി പോയി കഴിഞ്ഞ് വന്നിട്ട് കഴുത്തിന്റെ ബാക്കിൽ ഇക്കിയാക്കിയിട്ട് ചിരിപ്പിച്ച് തോളത്തിട്ട് കൊണ്ടുവരുന്ന പിതാവിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ആ പ്രായമല്ല കുട്ടി. 14 വയസ്സുള്ള തന്നോടൊപ്പം എത്തിയ താനെന്ന് വിളിക്കേണ്ട പ്രായത്തിലുള്ള കുട്ടിയോട് തെറ്റിയിട്ടപ്പോ പിണങ്ങി മുകളിലോട്ട് കയറിപ്പോയി. പിന്നെ ശ്മശാന മൂകതയാണ് വീട്ടില്, മരിച്ച വീട് പോലെയാണ്, ഒരു അക്ഷരം അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അമ്മ ഇവിടുന്ന് കയറിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് മോന്റെ റൂമിൽ കയറി ഡോർ അടിച്ചു, മോനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞെല്ലാം പറഞ്ഞു, മോനെ അപ്പൊ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്, അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത് തിരിച്ചിപ്പുറത്തോട്ട് വന്നു, നിങ്ങളിന്ന് പോയി സോൾവ് ചെയ്യും, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പൊ എന്താ ഫാദർ പറയാ, വീണ്ടാണ്ടിരുന്നോളാം, ഞാൻ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു കൊടുക്കും പറയും അല്ലേ. നീ ഒരൊറ്റ ആളാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത്. ശരിയാണോ മേഡം ഞാൻ പറഞ്ഞേ? ഒരുവിധം ശരിയാണ്. അങ്ങനെയാണ്. അപ്പൊ അവിടെ ഈ നിങ്ങൾ തിയറി ഒക്കെയാണ്, നമുക്ക് സൊല്യൂഷൻ വേണം. I will give you the best solution for tackling this situation. അത് ഞാൻ തരും. പക്ഷെ ഞാൻ അതിനെ ഒന്നുകൂടി സ്ക്രാച്ച് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, സൊല്യൂഷൻ ആവാൻ വേണം, അത് ഫാദർ ഇടപെടണം, അത് കറക്റ്റ് പോയിന്റ്. ബട്ട് എന്താണ്, വാട്ട് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് എ ഫാദർ ഹാസ് ടു ഇന്റർവീൻ ഇൻ ദ മാറ്റർ ഫോർ ദ സൊല്യൂഷൻ? അതാണ് ഇപ്പൊ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഈ സ്ട്രാറ്റജി പഠിക്കേണ്ടത്. ഹലോ, അത് അച്ഛൻ തന്നെ സർ. പിന്നെ മോനോട് എന്തെങ്കിലും തമാശ രൂപേനെ എന്താടാ നീ ഭക്ഷണം കഴിച്ചില്ലേ, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു പക്ഷെ മകൻ ഒരിക്കലും സാറ് പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനോട് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ എന്നെ എന്താടാ പിന്നെ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടക്കം വെച്ചാൽ മതിയാവും എനിക്ക് തോന്നി. ഫുഡ് ഹലോ അവിടെ ഐസ് മെൽറ്റിംഗും പറ്റൂലേ? അച്ഛന് പറയാം, ഇന്ന് ഞാൻ ഇന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത്, ഇന്നതാ മിസ്റ്റേക്ക് എന്നോ ഫുഡ് കഴിക്കാൻ. ഇപ്പൊ കുട്ടി ദയശേരി ഇപ്പൊ മുകളിൽ ഒരച്ഛനും പറയൂല സാർ പറഞ്ഞു ഞാൻ നിന്റെ കാരണം കൊണ്ടല്ലേ ഞാൻ. ഹലോ സർ, അമ്മ അച്ഛനെ കൺവിൻസ് ചെയ്തോ? ഞാൻ പറഞ്ഞു കിടക്കുന്ന അവിടെ പോയിട്ട് അച്ഛൻ പോയി കാലം പിടിക്കണ്ടല്ലോ, അതുകൊണ്ടല്ലേ അച്ഛൻ പറയോ? അങ്ങനെ പറയുന്നൊരു വീടാണെങ്കിൽ പ്രശ്നമില്ല, പറയില്ലത്. അതല്ല, അങ്ങനെ പറയാനും പറ്റില്ല. മറിച്ച് എന്താണ് അവിടെയാണ് ഇന്റർവീനിങ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നത് പറയുന്നത്. കൗമാര പ്രായക്കാരുടെ ഇടപെടുന്നത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ, അച്ഛൻ ജസ്റ്റ് അറിയാത്ത പോലെ പോയി, ജസ്റ്റ് അവന് കേൾക്കുന്ന പോലെയല്ല, അമ്മയും അച്ഛനും എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ബാക്കും ജസ്റ്റ് പോയി എന്തെങ്കിലും പറയുമ്പോ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, ഒന്നും പറയാൻ നിൽക്കണ്ട അവന്റെ അടുത്ത്. കറക്റ്റ് പോയിന്റിലല്ല. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അതായത് ഇത്തരം സിറ്റുവേഷൻസിനെ ടാക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലം നിങ്ങളുടെ ഉള്ളം കയ്യിലിരിക്കണം, കൈവിട്ട് പോകരുത്. അവിടെ ഈ മകന് അച്ഛനും അമ്മക്കും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, ഉറപ്പാണ്. ഇവൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇവനിങ്ങനെ ദുശ്ശീലങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ഫാക്ടർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
അപ്പൊ രണ്ടുപേർക്കും അത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പറഞ്ഞ വാക്കുകളുടെ കാഠിന്യം കൊണ്ട് കുട്ടിക്ക് വലിയ പ്രയാസമായി. രണ്ട് തല്ല് തല്ലിയാൽ മതിയായിരുന്നു, ഇതിനും ഭേദമായിരുന്നു. അമ്മ അതിന് ഡയലോഗുകളൊക്കെ പറഞ്ഞു കളയും ദേഷ്യം വരുമ്പോൾ. അച്ഛന്മാർ അങ്ങനെയാ, ദേഷ്യം വരുമ്പോൾ അതൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ പറഞ്ഞ് പിന്നെ ദിവസങ്ങളോളം പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ സംഭവത്തെ 24 മണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്യാന്നുള്ളത് ഒരു അച്ഛന്റെ, ഒരു പിതാവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് രണ്ട് മെത്തേഡുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് മെത്തേഡ്. ഡയറക്ട് മെത്തേഡ് നല്ലൊരു ശതമാനം പാരന്റ്സ് പോകാറില്ല. അത് പോയാൽ പലപ്പോഴും വിപരീത ഫലം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ സംഭവം ഉണ്ടായി, പിന്നെയും പോയാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവിനോടുള്ള കംപ്ലീറ്റ് ആ ഒരു റെസ്പെക്റ്റും നഷ്ടപ്പെടും. ഡയറക്റ്റ് അപ്രോച്ച് പാരന്റ്സിന് ഫാദറിന് ഈ വിഷയത്തിൽ ആവശ്യം തന്നെയില്ല. ഇൻഡയറക്റ്റ് അപ്രോച്ചാണ്. ഇൻഡയറക്റ്റ് അപ്രോച്ച് നേരത്തെ പിന്നെ ലിയ മാഡം ഐ തിങ്ക് പറഞ്ഞതുപോലെ ഭക്ഷണത്തെ പറ്റി ചോദിക്കാം, പക്ഷെ ഡയറക്റ്റ് അല്ല. സർ, ഞാൻ ഷമീറയാണ്. ഷമീറാണ്, അത് ശരിയാ. ലിയ എന്നൊക്കെ കാണുന്ന പേരൊക്കെ മാറ്റിയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ പിന്നെ വളരെ സിമ്പിൾ ആണ്. നോക്കൂ, ഈ ഭക്ഷണത്തെ പറ്റി ചോദിക്കുമ്പോൾ അത് കുട്ടി കേൾക്കാനാണെന്ന് തോന്നാതെ കുട്ടിയോടല്ലാതെ മദറിനോടാ ചോദിക്കേണ്ടത്. ആടിയും ബഹളും ഒച്ചയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവൻ മോളിലോട്ട് പോയി, താഴെ നിൽക്കണം. എന്ത് ചെയ്യണം? മോൻ ഭക്ഷണം കഴിച്ചോടി, അവൻ ഭക്ഷണം എല്ലാം കഴിച്ചാ പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എന്നാ ഭക്ഷണം കഴിച്ചു എനിക്ക് അറിയാൻ വേണം കേട്ടോ. ഈ കെയർ എന്റെ മനസ്സിലുണ്ടെന്ന് എന്റെ കുട്ടി അറിയണം. അവനെ യാദൃശ്ചികമായി കാണുന്ന സമയത്ത് വെറുതെ ഒന്ന് സ്പർശിച്ചാൽ മതി. ഇങ്ങനെ പെട്ടെന്നൊരു ഷോക്ക് നേർക്ക് നേരെ കാണാനുള്ള അവസരം പരസ്പരം മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. നെറ്റിയിൽ തൊട്ടാൽ മതിയെന്ന്. ഈ വിരൽ കൊണ്ട് ഇതെന്താണ്, കുരുവാ, കൂത്ത് കാണല്ലേ, ടച്ച് ചെയ്താൽ ഇറ്റ്സ് കോൾഡ് ടച്ച് തെറാപ്പി. ഈ മഞ്ഞുമലയിൽ സൂര്യതാപം ഏൽക്കുമ്പോൾ അവസ്ഥ കണ്ടിട്ടില്ലേ, ഐസ് മെൽറ്റിംഗ് എന്ന് പറയും. അതുപോലെ ഇങ്ങനെ അലിഞ്ഞു പോകും. പറയാനുള്ളതൊക്കെ പപ്പ നല്ലത് പറയും. എന്നാൽ എന്റെ മനസ്സിൽ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട്, നീ എന്റേതാണ്, നീ എന്റെ മകനാണ്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അരുതായ്മകൾ കാണിച്ചാൽ എന്റെ സ്വഭാവം മാറുകയും ചെയ്യും. ഈ ഫീൽ ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. ഈ കുട്ടികൾ ഒരിക്കലും എന്റെ അച്ഛൻ എന്നെ വെറുപ്പാണ്, എനിക്ക് അയാളെ കാണണ്ട, അയാളെ ശബ്ദം കേൾക്കണ്ട, എത്രയോ കേസസ് വന്ന് പച്ചക്ക് പറയുന്ന കുട്ടികൾ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് ബോധിപ്പിക്കണം. ആ സ്നേഹം പരിപൂർണമായും 10 വയസ്സിന് ശേഷം പ്രകടിപ്പിക്കൽ നിർബന്ധമില്ല. 10 വയസ്സിന് മുന്നേ പ്രകടിപ്പിക്കാൻ വേണം. ഇതാണ് സയൻസ്. 10 വയസ്സിന് ശേഷം ഈ സ്നേഹം ഉള്ള സ്നേഹം മുഴുവൻ അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല, പിടിച്ചു വെച്ച് പ്രകടിപ്പിക്കണം, ഉണ്ടെന്ന് അറിയിക്കണം. 10 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ശരിക്കും പ്രകടിപ്പിക്കണം. മനസ്സറിഞ്ഞു കൊടുക്കണം, വാരിക്കോരി കൊടുക്കണം, ഉമ്മോക്കണം, കെട്ടിപ്പിടിക്കണം, പിന്നെ ബെഡിൽ കിടന്ന് അടി ഉണ്ടാക്കണം, കുത്തി മറിയണം, സ്നേഹമാണ് ഇഷ്ടമാണ്, എന്തൊരു ഇഷ്ടമെന്ന് അറിയോ ഒക്കെ പറയണം. 10 വയസ്സ് കഴിഞ്ഞാൽ അതിൽ കൺട്രോൾ വേണം. പക്ഷെ ഉള്ളിലെ സ്നേഹം ഉണ്ടെന്ന് കുട്ടി ബോധ്യപ്പെടാൻ വേണം. ഇതായിരിക്കണം ഒരു പിതാവിന്റെ അപ്രോച്ച്. ഇങ്ങനെയാണ് സിറ്റുവേഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, ഈ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് നമ്മളിൽ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായി നമുക്ക് കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ ബന്ധങ്ങൾ കൈവിട്ട് പോവില്ല. ഉള്ളം കയ്യിലിരിക്കാൻ പറഞ്ഞില്ലേ, ഒരു പിടി മണ്ണ് നിങ്ങൾക്ക് ഇവിടെ കയ്യിൽ വെക്കാം, പക്ഷെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് സ്ലിപ്പായി പോകും. മുറുക്കെ പിടിക്കരുത്. അവിടെ ഡിപ്ലോമസി വേണം, നയം വേണം. നയപരമായ ഇടപെടലാണ് കൗമാര പ്രായത്തിലുള്ള ആളുകളോട് ഏറ്റവും കൂടുതലായിട്ട് പാരന്റ്സ് പഠിക്കേണ്ടത്. അപ്പൊ കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോം സ്റ്റേജ് ആണ്, കൊടുങ്കാറ്റിന്റെ സമയമാണ്, ഹൈ പവർ ആണ്, അച്ഛനത്തെല്ലാം കൂട്ടുകാരിട്ട് തന്നെ കാലമാണ്. അതുകൊണ്ട് കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് അവർ തല്ലാൻ വരുന്നത് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ, പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഇയാൾക്ക് എന്നോട് വെറുപ്പാണ് എന്ന് കുട്ടി മനസ്സിലാക്കി പോയി. അല്ലാതെ കുട്ടികളാരും നമ്മളെ വെറുക്കാൻ വേണ്ടി ഉണ്ടാകുന്നതല്ലോ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് പരിഗണന കിട്ടാതാവുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നലാണ്, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്റെ പപ്പയ്ക്ക് എന്നെ വെറുപ്പാണ്, ഞാനൊരു കൊള്ളരുതാത്തവനാണ്, ഞാനൊരു മണ്ടനാണ്, പൊട്ടനാണ്, ഞാനൊരു ദുസ്വഭാവിയാണ്, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന ധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയല്ല. നീ എന്താണെങ്കിലും, നീ എത്ര തെറ്റ് ചെയ്താലും നീ എന്റെ മകനാണ്, നീ എന്റെ മുത്താണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതേസമയം നീ തെറ്റ് ചെയ്താല് ഞാൻ നിന്നെ ക്രോസ് ചെയ്യും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കുട്ടിയെ അറിയിക്കണം. ഇത് കുട്ടിയെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് കോൾഡ് ഇൻഡയറക്റ്റ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പിതാവ് മോന്റെ പോക്കറ്റിൽ ഇരിക്കും, അല്ലെങ്കിൽ പിതാവിന്റെ തല കുട്ടിയുടെ കക്ഷത്തിലിരിക്കും. അതേസമയം ഇൻഡയറക്റ്റ് അപ്രോച്ച്, എനിക്ക് അവന് ഇഷ്ടമാണെന്ന് അറിയിക്കുക. അതെങ്ങനെയാ? അവൻ ഭക്ഷണം കഴിച്ചോടി, എവിടെ അടിയും ബഹളം പ്രശ്നം എല്ലാം കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ അവൻ ഭക്ഷണം കഴിച്ചോന്ന് കഴിക്കുന്നത്. ഇത് കേൾക്കണം. ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതൊന്നും അല്ലെങ്കിലും മകൻ കേൾക്കെ പിറ്റേ ദിവസം അമ്മ
അമ്മയുടെ ബന്ധുക്കളാരെങ്കിലും വിളിക്കുമ്പോൾ, ഓ ഇന്നലെ എന്തായിരുന്നു ഇവിടെ ബഹളം അറിയോ, ഫോണെടുത്ത് സംസാരിക്കും, എന്തൊരു ബഹളം, കുട്ടി അപ്പുറത്തിരിപ്പുണ്ട്, ഭയങ്കര പ്രശ്നമായിരുന്നു, അതിങ്ങനെയായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്കതാ രസം. എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ ഇപ്പൊ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, അവൻ ഭക്ഷണം കഴിച്ചു. പുള്ളി അങ്ങനെയാണ്, ഇത് ഭയങ്കര സ്നേഹമാണ് അവന്. ഇതൊന്നും കേൾക്കാൻ വേണ്ടി പറയണം. ഇതാണ് സ്ട്രാറ്റജിക് ഇന്റർവെൻഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന വികാരം, നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന വിത്ത്, അതൊരു വികാരം വിത്താണ്. ആ വിത്താകുന്ന വികാരം അത് മുളയ്ക്കും, വളരും, പടരും, പന്തലിക്കും, വൻ വൃക്ഷമാകും. ഇട്ടുകൊടുക്കുന്ന വിത്തിന്റെ വികാരം വെറുപ്പാണെങ്കിൽ വെറുപ്പിന്റെ വിത്ത്, വെറുപ്പിന്റെ മരം, വെറുപ്പിന്റെ ഫലം, ആ വെറുപ്പിന്റെ കയ്പ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇട്ടുകൊടുക്കുന്ന വിത്ത് സ്നേഹത്തിന്റെ മാധുര്യമാണെങ്കിൽ മധുരമുള്ള മാമ്പഴം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാം. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ നിങ്ങളെ പറ്റി നല്ല ധാരണ ഉണ്ടാകാവുന്ന രീതിയിലൊരു ഇടപെടൽ വേണം. അതിന് ഹസ്ബൻഡ് വൈഫും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ സ്റ്റൈൽ ഓഫ് അപ്രോച്ചിലാണ് നമ്മൾ അതിനെ സക്സസ്ഫുള്ളി പുറത്തു കൊണ്ടുവരേണ്ടത്. ഇനി മാതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി അപ്രതീക്ഷിതമായി ചെയ്യുന്ന തെറ്റുകളുണ്ട്. ഈ തെറ്റുകൾ, അപ്രതീക്ഷിതമായി ചെയ്യുന്ന തെറ്റുകൾ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ അത് പിതാവ് അറിഞ്ഞു എന്ന ധാരണ വരുത്താതെ അറിഞ്ഞു അറിഞ്ഞില്ല എന്ന ഒരു എയറിൽ നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പപ്പ എങ്ങാനും അറിഞ്ഞാൽ, എന്നാൽ ഈ വിഷയങ്ങൾ നിങ്ങൾ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്യുകയും വേണം. എന്നാൽ പപ്പ അത് അറിഞ്ഞിട്ടില്ല എന്ന ധാരണ കുട്ടിക്കുണ്ടാവും വേണം. എങ്കിലാണ് അവൻ തിരിച്ചു വരുള്ളൂ. എന്റെ പപ്പ എല്ലാവർക്കും അറിയാം, എന്റെ സ്വഭാവത്തിൽ എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോ ആരെന്നെ ചോദ്യം ചെയ്യാൻ, നീ പോണം, നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്, എന്റെ പപ്പയ്ക്ക് നമുക്ക് അറിയാലോ, ഞാൻ കഞ്ചാവ് വലിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് മൈൻഡ് വരാതിരിക്കാൻ പപ്പ അറിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങൾ പപ്പ ഡിസ്കസ് ചെയ്യാൻ വേണം. പപ്പ അറിഞ്ഞാലുണ്ടല്ലോ ഇതൊന്നും നല്ല കളി, ഇങ്ങനെ എയറിൽ നിർത്തുക വേണം. ഇതാണ് മാതാവിന്റെ ബുദ്ധി. ഇങ്ങനെ വേണം മാതാവ് ഇടപെടാൻ, ശക്തമായി ഇടപെടണം. ചിലപ്പോൾ നിങ്ങൾക്ക് പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കേണ്ടി വരും, ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതിന് സൈക്കോളജിക്കലി ഒരു തിയറി ഒക്കെ ഉണ്ട് കേട്ടോ. അതിനൊരു സ്ട്രാറ്റജിക് ഇന്റർവെൻഷണൽ സ്ട്രാറ്റജി തിയറിയിൽ അതിനെ ശരിക്കും ആൽഫ ടു ബീറ്റ ട്രാൻസിഷൻ തെറാപ്പി എന്നൊക്കെ പറയും. അത് പിന്നീട് തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളതൊന്നും ഒരു കോഴ്സായിട്ട് പഠിക്കാൻ വന്നവരല്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അവരൊരു പ്രത്യേക മൂഡിൽ ഇങ്ങനെ എത്തിച്ചിട്ട് ഒറ്റ പൊട്ടിത്തെറിക്കലാണ്. ആ ഒരു ആൽഫ വേവ് ഇങ്ങനെ വന്ന ശേഷം ഒറ്റ തെറിക്കലാണ്, ഒറ്റ പേടിപ്പിക്കല. ആ പേടിപ്പിക്കലോട് കൂടിയിട്ട് പിന്നെ അവന്റെ മനസ്സിൽ നിന്ന് ആ അനുഭവം ഒരിക്കലും മറന്നു പോകില്ല. എപ്പോഴും ആ പേടി അവന്റെ മനസ്സിലുണ്ടാവും. അതിനിടയിലോ പപ്പ അറിഞ്ഞിട്ടില്ല, അതൊന്ന് ആലോചിക്കുക. പപ്പ അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞപ്പോ തന്നെ ഇതാണ് അവസ്ഥ, ഇനി പപ്പ അറിഞ്ഞെന്താവും. ഇങ്ങനെ ഇവനിങ്ങനെ എയറിൽ നിർത്തിക്കൊണ്ടിരിക്കണം, എന്നിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കണം, സ്നേഹമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കെട്ടിപ്പിടിക്കലും മുടുകലും ഒരു റിസൾട്ട് കിട്ടൂല. 10 വയസ്സിന് ശേഷം നോ റിസൾട്ട് അറ്റ് ഓൾ. 10 വയസ്സിന് മുന്നേ ഈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സ്നേഹം മാറിക്കൂറി കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഇപ്പുറത്ത് ഉപകാരപ്പെടും. അവിടെ കൊടുത്തത് കൊണ്ട് പിന്നെ ഇപ്പുറത്ത് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാതിരുന്നാലോ ആ കൊടുത്തത് മുഴുവനും കുട്ടിയെ വഷളാക്കാൻ കാരണമാകുള്ളൂ. അപ്പോൾ ഓരോ പ്രായത്തിലും അതിന് ടൂൾസ് ഉണ്ട്. ടൂൾസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. കൃത്യമായിട്ടുള്ള നട്ടിന് സ്പാനറും, സ്ക്രൂവിന് സ്ക്രൂ ഡ്രൈവറും, ആണിക്ക് ചുറ്റികയും കയ്യിൽ വേണം. ഓരോ പ്രായം അനുസരിച്ച് വേണം. അല്ലാതെ നട്ട് വിടാൻ വേണ്ടിയിട്ട് ചുറ്റിയായിട്ട് പോയിട്ട് കാര്യമില്ല, സ്ക്രൂ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സ്പാനറായിട്ട് പോയിട്ട് കാര്യമില്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടൂൾസ് കയ്യിൽ വേണം. അതെല്ലാം കയ്യിൽ ഉണ്ടാവും വേണം. സമയാസമയങ്ങളിൽ ഉപയോഗിക്കുകയും വേണം. ഇനി വളരെ ചുരുക്കത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവം, രീതി, ശൈലി, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നോക്കൂ, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താഗതികളാണല്ലോ പ്രശ്നമായിട്ട് മാറുന്നത്. ഒരു മനുഷ്യന്റെ ചിന്തകളാണ് അവന്റെ വാക്കുകളായി മാറുന്നത്. ഈ വാക്കുകളാണ് പിന്നീട് പ്രവൃത്തിയായി മാറുന്നത്. പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ശീലങ്ങളായി മാറും. ശീലങ്ങൾ കുറെ കഴിയുമ്പോൾ സ്വഭാവമായിട്ട് മാറും. സ്വഭാവം എന്നുള്ളത് പിന്നെ മാറ്റാൻ പ്രയാസമാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ. അപ്പൊ ചിന്തകൾ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവർത്തനങ്ങളാകുന്നു, തുടർച്ചയായ പ്രവർത്തനങ്ങൾ ശീലങ്ങളാകുന്നു, തുടർച്ചയായ ശീലങ്ങൾ സ്വഭാവമായി മാറുന്നു, സ്വഭാവം അവന്റെ വിധിയെ തീരുമാനിക്കുന്നു. ഇതാണ് അതിന്റെ ഫ്ലോ. ഈ ചിന്തകൾക്ക് കാരണമാകുന്ന ബ്രെയിൻ ആണെന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ചിന്തകളിൽ ഒരു വിഷയത്തോട് നിങ്ങളുടെ കുട്ടി ഒരു വിഷയം കേട്ടാൽ ആ കുട്ടി പ്രതികരിക്കുന്നത്, ആ കുട്ടി ആ വിഷയത്തെ മനസ്സിലാക്കിയെടുക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഈ വലതുവശത്ത് കാണുന്ന ഈ ബ്രെയിനിന്റെ ഭാഗം കൊണ്ടാണ്. ഇറ്റ്സ് കോൾഡ് റൈറ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ദിസ് ഈസ് ദ റൈറ്റ് പ്രീഫ്രോണ്ടൽ ലോബ് എന്നാണ് വിളിക്കുക. ഈ ഭാഗം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഫിൽട്ടർ ചെയ്യുന്നത്, എന്നെ നിങ്ങൾ വിലയിരുത്തുന്നത്, ഇയാൾ കുറെ നേരം തുടങ്ങിയിട്ട് എപ്പോഴാണ് നിർത്താൻ പോകുന്നത്, ഇയാൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളല്ല, വെറുതെ പറയുന്നതാണ്, എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങളെയും എന്നെയും നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ബ്രെയിൻ്റെ ഈ ഭാഗം വെച്ചുകൊണ്ടാണ്. റൈറ്റ് സൈഡില് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം വെച്ചു, നെറ്റിയുടെ ഭാഗം വെച്ചുകൊണ്ടാണ്. ഇറ്റ്സ് കോൾഡ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഓർ പ്രീഫ്രോണ്ടൽ ലോബ് ഓഫ് ദ റൈറ്റ് ഫോർ ബ്രെയിൻ. ഈ റൈറ്റ് സൈഡിലെ ഭാഗമാണ്.
ഇവിടെയുള്ള ന്യൂറോണുകളുടെ എണ്ണവും അവിടെ ന്യൂറോണുകൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ മക്കൾ ചില കുട്ടികൾ വളരെ ഫീലിംഗ് ടൈപ്പാണ്. എന്തെങ്കിലുമൊക്കെ ഉദാഹരണം പറഞ്ഞാല് വീട്ടില് വന്നപ്പോ മനസ്സിലായി പാൻപരാഗ് കഴിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ കാര്യം. പാൻപരാഗിന്റെ സ്മെല്ല് കിട്ടിയപ്പോൾ അമ്മക്ക് കാര്യം മനസ്സിലായി, ഇവൻ എന്തും പുറത്ത് ഇതുപോലെ സാധനം ഡ്രഗ്സ് പോലത്തെ സാധനം കഴിച്ചിട്ടുണ്ട്, ഇല്ലാത്തൊരു സ്മെല്ലാണല്ലോ, പാൻപരാഗ് കഴിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായി. അവനോട് നീ പാൻപരാഗ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. നുണ പറയരുത്. ഇതിൽ ചൂടായി, ഒച്ച ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. അവൻ അതിനെ പോലെ ഒച്ച ഉണ്ടാക്കി അവൻ കയറി പോയി. ഇപ്പൊ എന്നെ സംശയമാണ്, അതാണെന്ന് പറഞ്ഞ ആണുങ്ങൾ പോയി. പിന്നെ ഒരു അനക്കില്ല, അങ്ങനെ അങ്ങ് പോവാണ്. അതേസമയം ഈ കുട്ടിയോട് ലോജിക്കലി സംസാരിക്കുന്നതിന് പകരം ഫീലിംഗ് ടൈപ്പിൽ സംസാരിച്ചാൽ ചിലപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയും അവൻ കുറ്റസമ്മതം നടത്തുകയും ഇനി മേലെ ചെയ്യലെന്ന് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറുതെ എല്ലാ കുട്ടികളെയും തോന്നുന്ന പോലെ സമയത്ത് ഇങ്ങനെ വരുന്ന എന്നുള്ളത്? അല്ല, ജന്മനാൽ അവരുടെ ബ്രെയിനിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പാറ്റേണിലെ കുട്ടികൾ നിങ്ങളുടെ ഫീലിംഗ് ടൈപ്സ് ഓഫ് ഡയലോഗിൽ പെട്ടെന്ന് വീഴും. നിങ്ങൾ അവരോട് സംസാരിക്കേണ്ട ഫീലിംഗ് ടൈപ്പിലാണ്. ചില കുട്ടികൾ വളരെ ലോജിക്കലാണ്. അവരോട് വളരെ ക്ലിയർ കട്ടായിട്ട് റീസൺ ബൈ റീസൺ, കോസ് ബൈ റീസൺ, കാര്യകാരണ സഹിതം വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, എന്നാ പിന്നെ ഇങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുട്ടി തിരിച്ചറിയാണ്. അത് ലോജിക്കൽ തിങ്കിങ്ങുള്ള കുട്ടികളാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൈഡിലാണ്. ഇതെങ്ങനെ മനസ്സിലാകും? നമ്മുടെ കുട്ടിയുടെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള പാറ്റേൺ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ബ്രെയിൻ പാറ്റേൺ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ക്ലാസ് നിങ്ങൾ ഒരു മണിക്കൂറുടെ ക്ലാസ്സിന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്ക് അരമണിക്കൂർ മനസ്സിലായിട്ടുണ്ടാവും. ചില ആളുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നവരായിരിക്കും. ചിലർ അതിനെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. ചിലത് ഇമോഷണലായിട്ട് ചിന്തിച്ച അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ആ വിഷയങ്ങളെ പറ്റി ആലോചിച്ച് 1 മണിക്കൂർ കളഞ്ഞവരായിരിക്കും. ചിലർ ലോജിക്കലി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത തവണ ഇന്ന ടെക്നിക്ക് ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് അതിന് സെറ്റ് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കിയവരായിരിക്കും. ഇങ്ങനെ പലതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, ഈ താല്പര്യമൊന്നും വെറുതെ കിട്ടുന്നതുമല്ല. അവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് ചിന്തകൾക്ക് കാരണമാകുന്ന ബ്രെയിൻ ന്യൂറോണൽ പാറ്റേൺ ഉണ്ട്. ആ ബ്രെയിൻ ന്യൂറോണൽ പാറ്റേൺ നമ്മുടെ മക്കളുടെ ഓരോരുത്തരുടെയും ഏതാണ്, എന്താണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം വളരെ മനോഹരമാകും. ഇറ്റ്സ് കോൾഡ് റിലേഷൻഷിപ്പ് കമ്പാറ്റിബിലിറ്റി. റിലേഷൻഷിപ്പ് കമ്പാറ്റിബിലിറ്റി. ഞാനും എന്റെ മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് ഞങ്ങളുടെ ബ്രെയിൻ പാറ്റേണായിട്ട് കണക്റ്റഡ് ആണ്. എന്റെ ബ്രെയിൻ പാറ്റേൺ ഏതാണ്, എന്റെ കുട്ടിയുടെ ഏതാണ്? ഈ ബ്രെയിൻ പാറ്റേൺ വെച്ച് പറഞ്ഞാൽ ചില ആളുകൾ വളരെ ഡോമിനന്റ് ആണ്. ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതിലേക്ക് വരികയാണ് ഞാൻ. ഡോണ്ട് വറി. ഹൗ ടു ഐഡന്റിഫൈ ദ ബ്രെയിൻ പാറ്റേൺസ്. നോക്കൂ, മനുഷ്യന്റെ ശരീരത്തിന് ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രത്യേകതകളെയും അവസ്ഥകളെയും തിരിച്ചറിയാൻ പുറത്ത് ഒരുപാട് അത്ഭുതങ്ങൾ പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഹാർട്ടിന്റെ അവസ്ഥകളെ പറ്റി അറിയാൻ വേണ്ടി പൾസ് പിടിച്ചാൽ അറിയാൻ പറ്റും അല്ലെ? ഹാർട്ടിന്റെ പൾസ് എത്രത്തോളം ഉണ്ട്, കൂടുതലുണ്ടോ, കുറവുണ്ടോ, ഏകദേശം BP ആയിട്ട് എന്ത് ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ പൾസ് നോക്കിയാൽ മതി. കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ അവസ്ഥകൾ അറിയാൻ പറ്റും. നഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിനറൽസുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയാൻ പറ്റും. കാലിന്റെ കണ്ണ നോക്കിക്കഴിഞ്ഞാൽ, ആംഗിൾ ജോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാൻ പറ്റും. കവിൾത്തരം നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് കൂടുതലുണ്ടെന്ന് അറിയാൻ പറ്റും. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിവറിന്റെ പ്രശ്നമുണ്ടെന്ന് അറിയാൻ പറ്റും. ശരീരത്തിന് ഉള്ളിലുള്ള പല അവയവങ്ങളുടെയും അവസ്ഥാന്തരങ്ങളെ പറ്റിയുള്ള കൃത്യമായ ധാരണ കിട്ടാൻ പറ്റുന്ന സുന്ദരമായ സൂചനകൾ മനുഷ്യ ശരീരത്തിന്റെ എക്സ്റ്റേണൽ ബോഡിയിൽ പുറത്ത് വെളിയിലായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രെയിനിന്റെ ഈ പാറ്റേൺ, ചില ആളുകൾ വളരെ ഡോമിനന്റ് സ്റ്റൈൽ ഓഫ് നേച്ചർ ആണ്. എല്ലാത്തിനും എന്റെ കയ്യിൽ കൺട്രോൾ വരണം, ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്നെ കൊണ്ട് പറ്റും, ഭയങ്കര വിൽ പവറാ. ചില ആളുകൾ എന്നെ വെറുതെ വിട്ടത്, ഞാൻ ആരെ ഉപദ്രവിക്കാനില്ല, എന്നെ ആരെ ഉപദ്രവിക്കേണ്ട, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ചിലർ ഭയങ്കര ഓഡിയോ വീഡിയോ ക്യാരക്ടർ, അവർക്ക് 10 ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ആ സദസ്സിനെ ഇവിടെ കയ്യിലെടുക്കും. അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഫലിപ്പിക്കും. ഒരു വീട്ടിയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവനെ എത്ര വലിയ അബദ്ധം കാണിച്ചാണെങ്കിലും അവൻ അങ്ങനെ മറിച്ച് തിരിച്ച് ഒടിച്ചെടുത്തിട്ട് നമ്മളൊക്കെ മണ്ടന്മാരാക്കിയിട്ട് അവൻ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ കഴിവുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികളാണെങ്കിലോ ഭയങ്കരമായ അനലിസ്റ്റുകളാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്കിടയിൽ, വരികൾക്കിടയിലും വരികൾക്കപ്പുറവും വരികളും ഒക്കെ ഒന്നിച്ചു വായിക്കുന്നവരാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് പലതും ചൂണ്ടിയെടുക്കുന്നവരാണ്. നമ്മൾ ഒരുപക്ഷെ ചെറുതായിട്ട് കാണുന്ന കാര്യങ്ങളെ പോലും ഗൗരവമായി കണ്ടിട്ട് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് പുറകെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒബ്സർവേഷനിലൂടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ഇങ്ങനെ പല സ്വഭാവക്കാരാണ് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ. ഇതൊക്കെ കാരണം ഈ സൈഡാണ്. എവറിത്തിങ് ഫ്രം ദിസ് പോയിന്റ്. ഈ ഏരിയയിലുള്ള ന്യൂറോണൽ പാറ്റേൺ ആണ് ഇതിനൊക്കെ കാരണം. അപ്പൊ എന്റെ ന്യൂറോണൽ പാറ്റേൺ ഒരു ഡോമിനന്റ് ആണെന്ന് വിചാരിക്കാം. എന്റെ അധികാര പരിധിയിലല്ല നിൽക്കണം എന്ന താല്പര്യക്കാരനാണ് ഞാൻ. എന്റെ മകനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു. കഴിഞ്ഞില്ലേ കഥ? ഞാൻ അങ്ങനെയാണ്, എന്റെ ഭാര്യ അങ്ങനെയാണ്, കൂട്ടിക്കോളൂ, പ്രശ്നമായില്ലേ? രണ്ടുപേരും ഡോമിനന്റ് ആണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ 2 SI എന്നുള്ള അവസ്ഥ. അപ്പൊ നമ്മുടെ ന്യൂറോണൽ പാറ്റേൺസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ബന്ധങ്ങളിൽ ഊഷ്മളത കൊണ്ടുവരാം. ബന്ധങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് ഒഴിവാക്കാം.
പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ട് മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റും. ഇറ്റ്സ് കോൾഡ് റിലേഷൻഷിപ്പ് കോമ്പാറ്റിബിലിറ്റി. ബന്ധങ്ങൾ നമുക്ക് കോമ്പാറ്റിബിൾ ആണോ, ബന്ധങ്ങളിലെ പൊരുത്തം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ബ്രെയിൻ പാറ്റേൺ, ഇവിടെയുള്ള ന്യൂറോണൽ പാറ്റേൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പുറത്തൊരു സ്ഥലത്ത് കൃത്യമായി നോക്കിയാൽ കാണാൻ പറ്റും ഏതാണ് ഇയാളുടെ ബ്രെയിൻ പാറ്റേൺ. അതിനുള്ള ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വലതുവശത്തുള്ള ഈ ഫോർ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ ഏരിയയൊക്കെ ഉള്ളിലുള്ള ന്യൂറോണൽ പാറ്റേൺ കിട്ടാൻ ഇടതുവശത്തുള്ള നമ്മുടെ വിരലിന്റെ പെരുവിരലിന്റെ ഈ തുമ്പ് നോക്കിയാൽ മതി, ഈ അറ്റം കണ്ടാൽ മതി. മനസ്സിലാണല്ലോ? അപ്പൊ ഇവിടെയുള്ള ഈ ബ്രെയിനിലെ ലോബിലേക്ക് ന്യൂറോൺസ് കണക്ട് ചെയ്യുന്ന എക്സാക്ട്ലി അറ്റ് ദ സെയിം മില്ലി സെക്കൻഡ്സ് നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള തമ്പിലേക്ക് തമ്പ് ഇംപ്രഷൻസ് ഫോം ചെയ്യുന്നു. ഇറ്റ്സ് സയന്റിഫിക്കലി പ്രൂഫ്ഡ്, എംബ്രയോളജിക്കലി പ്രൂഫ്ഡ് ആൻഡ് എംപിരിക്കലി സാറ്റിസ്ഫൈഡ്. ഒരുപാട് ടെസ്റ്റുകളിലൂടെ അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ റൈറ്റ് സൈഡിലുള്ള ഈ ബ്രെയിനിലെ ന്യൂറോണൽ പാറ്റേൺ ലെഫ്റ്റ് നോക്കി കിട്ടും. ഈ ന്യൂറോണൽ പാറ്റേണിൽ ചില പ്രത്യേക മോഡൽസ് ഡോമിനന്റ് ആണ്. അപ്പൊ അവർ അധികാര പരിധിയുള്ളവരാണ്, അവരോട് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ചിലർ ഭയങ്കര കാമൻ പായിട്ടാണ്, പീസ് ലവേഴ്സ് ആണ്, സമാധാനം കിട്ടിയാൽ മതി. പിന്നെ ചില ആളുകൾ ഭയങ്കര കോംപ്ലൈന്റ് ക്യാരക്ടറാണ്, അന്വേഷണത്തോടെയുള്ളവരാണ്, ഗവേഷകരാണ്. ചിലർ ഭയങ്കര ഓഡിയോ വീഡിയോ ക്യാരക്ടേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ ബ്രെയിൻ ന്യൂറോണൽ പാറ്റേൺ ഓഫ് ദ ക്ലയന്റ്. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ, നിങ്ങളുടെ വൈഫിന്റെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ എല്ലാവരുടെയും ബ്രെയിൻ പാറ്റേൺ എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത് നോക്കിയാൽ മനസ്സിലാവും. ബാക്കി കിടക്കുന്ന 9 ഫിംഗേഴ്സ്, ഓരോ ഫിംഗേഴ്സിലും ഓരോ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ടോട്ടൽ ബ്രെയിനിലെ 10 ലോബ്സിനെയും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളുടെ കഴിവുകളും കുറവുകളും പ്രത്യേകതകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ്. എന്തിനേറെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഏത് കോഴ്സ് എടുക്കണം എന്ന് വരെ ഇന്ന് പറഞ്ഞുതരാം. 3 വയസ്സിൽ ഇത് തെളിഞ്ഞു കിട്ടും. ഫോം ചെയ്യുന്നത് 13ാമത്തെ ആഴ്ചയ്ക്കും 19ാമത്തെ ആഴ്ചയ്ക്കും ഇടയിൽ കുട്ടി ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ 13 to 19th week of pregnancy, 4th month and 5th month. ആ സമയത്ത് മാതാവിന്റെ ചിന്തകളാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഒച്ചയും ബഹളമാണ്. ഇത് കിട്ടിയത് 4ാം മാസം 5ാം മാസവും നമ്മുടെ ചില പ്രത്യേകതകളിൽ നിന്നാണ്, ചിന്തകളിൽ നിന്നാണ്. 60 ദിവസത്തോളം വരുന്ന നമ്മുടെ പ്രത്യേകതകളെ പഠിച്ചിട്ട് ഭൂരിഭാഗം സമയവും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിലായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ്സിലായിരുന്നു, ഏത് ടൈപ്സ് ഓഫ് റീഡിങ്ങിലായിരുന്നു, ഏത് ടൈപ്സ് ഓഫ് ലിസണിങ്ങിലായിരുന്നു, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കുട്ടിയുടെ ന്യൂറോണൽ പാറ്റേൺ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടി നമ്മളാണ്, നമ്മുടെ മക്കൾ നമ്മുടെ രഹസ്യങ്ങളാണ്, നമ്മുടെ മക്കൾ നമ്മുടെ രഹസ്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് രഹസ്യങ്ങൾ മക്കളിലൂടെ പുറത്തു വരും. അപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം, 1 മാസം ആവുമല്ലോ പ്രഗ്നൻസി അറിയുമ്പോൾ തന്നെ. ഉദരത്തിൽ കിടക്കുന്ന കുട്ടിക്ക് 1 മാസം ആയിട്ടുണ്ടോ, പിന്നെ ഉടനെ തന്നെ വൈഫിന്റെ വീട്ടിലോട്ട്, അല്ലെ, സ്വന്തം വീട്ടിലോട്ട് പോകുന്നു. 2 മാസം അവിടെ റെസ്റ്റ് എടുക്കുന്നു. മൊത്തം 3 മാസം കഴിയുന്നു. 4ാം മാസം തിരിച്ച് വീണ്ടും ഹസ്ബൻഡ് വീട്ടിൽ വരുന്നു. ഹസ്ബൻഡ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ചെറിയ തട്ടും മുട്ടും ചട്ടിയും കലവും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. സാധാരണ അങ്ങനെയാണ്. അതിനേക്കാളേറെ സ്വന്തം വീടിനേക്കാളേറെ ഹസ്ബൻഡിനെ വീടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സന്തോഷവും സമാധാനമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ സന്തോഷം. ചില ആളുകൾക്ക് എത്ര എന്ത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ത് പാടിയ പോലെ, എത്ര സ്വർണ്ണക്കൂടാണെങ്കിലും സ്വർണത്തിന്റെ കൂടാണെങ്കിലും കൂടിന്റെ ഉള്ളിൽ ബന്ധനമല്ലോ. ഹസ്ബൻഡിന്റെ വീട് എന്ന് പറഞ്ഞാൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും സ്വന്തം വീട് പോലെ ആവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ 4ാം മാസം 5ാം മാസം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരാതിരിക്കലാണല്ലോ. ആ സമയത്ത് സമാധാനം, സന്തോഷം, ലോജിക്കൽ തിങ്കിങ്, മ്യൂസിക് ലിസൺ ചെയ്യുക, നല്ല ഈണം താളം ലിസൺ ചെയ്യുക, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്ക് അങ്ങനെ ആകാം. അങ്ങനെ എപ്പോഴും മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് സന്തോഷകരമായ അവസ്ഥകളിൽ 60 ദിവസങ്ങളുടെ ഭൂരിഭാഗം സമയവും അത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ ആ 2 മാസങ്ങളിലൂടെയുള്ള ബ്രെയിൻ പ്രോസസ്, തോട്ട് പ്രോസസ്, കുട്ടിയുടെ ന്യൂറോണൽ പാറ്റേൺ ഒക്കെ തീരുമാനിച്ച് അതിനനുസൃതമാകുന്ന ബുദ്ധി വൈഭവവും സ്വഭാവ പ്രത്യേകതകളും കൂടി കുട്ടി ഉണ്ടാകും എന്ന് സയന്റിഫിക്കലി പ്രൂഫ്ഡ് ആണ്. സമയം കഴിഞ്ഞു പോയി, മക്കൾക്ക് ഇപ്പോൾ 14 വയസ്സും 15 വയസ്സൊക്കെ എത്തി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും വേണ്ട, അവരുടെ ബ്രെയിൻ ന്യൂറോണൽ പാറ്റേൺ നമ്മൾ കണ്ടെത്തണം, നമ്മളുടേത് നമ്മൾ മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് ഇൻകോമ്പാറ്റിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഒന്ന് മാറ്റണം. എന്തിനേറെ ഓരോ വിരലും ഓരോന്നാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുമോ, വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലാണ് നിങ്ങളുടെ കുട്ടിയുടെ മാത്തമാറ്റിക്സ്, സയന്റിഫിക് നോളജ്, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ന്യൂമറിക്കൽ എബിലിറ്റീസ്, കമ്പ്യൂട്ടേഷൻ അനാലിസിസ്, ഇതൊക്കെ നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രെയിൻ ആണ്. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിലുള്ള ചൂണ്ടുവിരലാണ്. ഇതിന്റെ ഈ പാറ്റേണും ഇതിലെ റിഡ്ജസ് നോക്കിയാൽ സയൻസിനാണോ, മാത്സ് പോലുള്ള സബ്ജക്റ്റിനാണോ, ലോജിക്കൽ അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണോ, സോഷ്യൽ സ്റ്റഡീസും ഹിസ്റ്ററിയും പോലുള്ള കാര്യങ്ങളാണോ, ലാംഗ്വേജ് ആണോ, മ്യൂസിക് ആണോ, പിന്നെ കളർ സെൻസ് ആണോ, 3D വിഷ്വൽ എബിലിറ്റി ആണോ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, മാനേജ്മെന്റ് കപ്പാസിറ്റി ആണോ, MBA എടുക്കണോ, MBBS പോകണോ, എഞ്ചിനീയറിംഗ് പോകണോ, അഡ്വക്കേറ്റ് ആകണോ, IPS എടുക്കണോ, IAS പോകണോ,
ആർക്കിടെക്ട് ആകണോ, മ്യൂസീഷ്യൻ ആകണോ, കമ്പോസർ ആകണോ, ഡിസൈനർ ആകണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് 3-ാമത്തെ വയസ്സിൽ കാണാൻ പറ്റും. 3 years പറഞ്ഞു കൊടുക്കാൻ പറ്റും. 3 വയസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ നിന്റെ കൃത്യമായ വഴി, നീ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഉള്ള ആളാണ്, യു ഹാവ് ടു ബി ആൻ MBA പോസ്റ്റ് ഗ്രാജുവേറ്റ്. മോനെ നിനക്ക് നല്ല ഫീലിംഗ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസും ലോജിക്കൽ ഇന്റലിജൻസും മിക്സ്ഡ് ആണ്, യു ക്യാൻ ബി എ ഡോക്ടർ. മോനെ നീ ഒരിക്കലും ഒരു അത്ലറ്റിക് ബോഡിയുള്ള ആളല്ല, ഒരു സ്പോർട്സ് പേഴ്സൺ ആവാൻ നിൽക്കണ്ട, ഡിഫൻസിൽ നിന്നും പോകാൻ നിൽക്കണ്ട, നിനക്ക് അത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കാനാവില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റും. സയൻസ് വിശാലമാണ്, വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കൾ ആരാണെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളുടെ മക്കൾ ആരാകുമെന്ന് മനസ്സിലാക്കാൻ. ഇത് ഭാവി പറയുന്നതല്ല, നിങ്ങളുടെ കുട്ടി ഡോക്ടർ ആകുമെന്ന് ഭാവി പ്രവചനമൊന്നുമല്ല. ബ്രെയിനിന്റെ ന്യൂറോണൽ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ഏറ്റവും പറ്റിയ കോഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏറ്റവും മനോഹരമായി അവരോട് എങ്ങനെ ഇടപെടണമെന്ന് പാരന്റ്സ് പറഞ്ഞു തരാൻ പറ്റും. കൗമാര കാലഘട്ടത്തെ സൗകുമാരികതയോടെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, നമ്മളോടൊപ്പം ഇരിക്കാം, ഞങ്ങളുടെ ടീമിനോട് ചേരാം. മൈൻഡ് മെട്രിക്സ് നിങ്ങളെ സഹായിക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ 1 day ക്ലാസ്, ഈ അസസ്മെന്റ് ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ ജനറൽ അസസ്മെന്റ് ഉൾപ്പെടെ ഇതെല്ലാം വെച്ചുകൊണ്ട് 1 രൂപ പോലും ചെലവില്ല, ജനങ്ങൾക്ക് എത്തിക്കില്ല ഞങ്ങളുടെ ഉദ്ദേശം. ഒന്ന് മലപ്പുറത്തുണ്ട്, വളരെ വിശാലമായ മനോഹരമായ, രാവിലെ വന്നാൽ വൈകുന്നേരം വരെയും ഇരിക്കാൻ പറ്റുന്ന സുന്ദരമായ പ്രകൃതി രമണീയമായ നല്ല തണുപ്പുള്ള ഒരു ഹിൽ ഏരിയയില് മലപ്പുറം ജില്ലയിൽ സൗകര്യമുണ്ട്. ഇനി അത് ഞങ്ങളുടെ ഓഫീസിൽ സൗകര്യമുണ്ട്. നിങ്ങൾ വന്നാൽ ഒരു 50 പേരടങ്ങുന്ന ടീമാണെങ്കിൽ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് നമുക്ക് ജനറൽ അസസ്മെന്റ് മുഴുവനും നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരും. നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ട പൈസ 0, 1 രൂപ പോലും ചെലവഴിക്കേണ്ട. ജനറൽ ക്ലാസ് പങ്കെടുക്കുക, ടെസ്റ്റുകൾ മറ്റൊക്കെ വേണമെങ്കിൽ പിന്നീട് അത് എടുത്താൽ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ജനറലി നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കി തരും, നിങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു തരും. ഈ ബ്രെയിൻ പാറ്റേണും ഫിംഗർ പ്രിന്റ്സും തമ്മിലുള്ള അവസ്ഥാന്തരങ്ങളെ ഓരോ പ്രായത്തിനനുസരിച്ച് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നല്ല ധാരണ നിങ്ങൾക്ക് കിട്ടും. ആ ഒറ്റ ക്ലാസ് പങ്കെടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം, നിനക്ക് ഇന്നെ കഴിവുകളുണ്ട്, ആ കഴിവുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്, അതിനുവേണ്ടി പപ്പ നിന്റെ കൂടെ ഉണ്ടാവും, മമ്മ നിന്റെ കൂടെ ഉണ്ടാവും. ഈ പ്രതീക്ഷ കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നിട്ട് ഇവിടെ മറ്റേ സാധനം ഒഴിവാക്കാൻ, അത് മാറ്റി അത് പറ്റൂല, അങ്ങനെ പോലെ ഇങ്ങനെ ചെയ്യല്ലേ, നോ 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 നോ, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് കൊടുക്കണം. അത് പകരം ഇതാണ്, ഇത് വെച്ച് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആദേശം ചെയ്ത് മാറ്റാൻ പറ്റുന്ന വളരെ വ്യക്തമായ ഒരു പേഴ്സണാലിറ്റിയെ മുന്നിൽ, അല്ലാതെ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം വളരെ വിശാലമായിട്ട് നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് മൈൻഡ് മെട്രിക്സ് കാലിക്കറ്റ് ടീമുണ്ട്, മാം, അതോടൊപ്പം നമ്മുടെ സ്മിത മാം, പിന്നെ മുംതാസ് മാം, ഇവരൊക്കെ ഉണ്ട്. യു ക്യാൻ വെരി വെൽ കോൺടാക്ട് വിത്ത് ദം. അല്ല, അവർ ഔട്ട് ഓഫ് കേരള അല്ല, നിങ്ങൾ ഔട്ട് ഓഫ് കേരള ആണെന്നാണ്, നമ്മൾ ഔട്ട് ഓഫ് കേരള ആണോ സംഭവം നടക്കുന്നതാണോ ചോദ്യം വെദർ യു ആർ ഔട്ട് ഓഫ് കേരള ഓർ ദ പ്രോഗ്രാം ഈസ് ഔട്ട് ഓഫ് കേരള, അങ്ങനെയാണോ ചോദ്യം? ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാം. മെസ്സേജിൽ ഔട്ട് ഓഫ് കേരള സാറേ, ഔട്ട് ഓഫ് കേരള. അപ്പൊ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എവിടെയുള്ളത്? ഔട്ട് ഓഫ് കേരള? മുംബൈയിലാണ്. നാട്ടിലേക്ക് വരാറില്ലേ? നാട്ടിൽ വരാറുണ്ട്. ഏപ്രിൽ വരും. ചെറിയ സമയമല്ലേ ഉള്ളൂ. അടുത്ത അക്കാഡമിക് ഇയറിന് മുന്നായിട്ട് നമുക്കത് കാണാൻ പറ്റും. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ, നേരത്തെ ബുക്ക് ചെയ്യാം. ഈ സെഷൻ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെയും ഫുഡ് ഉൾപ്പെടെ ഞങ്ങൾ തരും. നോ വറീസ്. നിങ്ങളിവിടെ എത്തിയാൽ ഒറ്റ പണി മാത്രമേ ഉള്ളൂ. ബസ് എടുക്കുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കുക, കാർ എടുക്കുക, നേരെ വരിക. വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഈവനിങ് വരെയും മനോഹരമായി ഈ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത്, എനിക്ക് എന്റെ മക്കളുമായി ഇടപെടുന്നിടത്ത് എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വരുത്തണം, എന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ പേഴ്സണാലിറ്റി ഡോമിനന്റ് ആണോ, ഇൻഫ്ലുവൻസിംഗ് ആണോ, കോംപ്ലയൻസ് ആണോ, സ്റ്റഡിനെസ് ആണോ, ഏതാണ്, അതനുസരിച്ച് അവരോട് ഇടപെടാൻ പറ്റും. മാതാവും മകളും പിതാവും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മമാകട്ടെ, അങ്ങനെ മനോഹരമായ സുന്ദരമായ കുടുംബജീവിതങ്ങൾ ഇവിടെ പിറക്കട്ടെ, പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം എന്ന് മാത്രം പറഞ്ഞ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ അവസരം കൂടി ഇവിടെ നൽകുകയാണ്. താങ്ക് യു ഫോർ ദ പേഷ്യൻസ്. സാറ് ഒന്ന് ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. സാർ ഇപ്പം ബിഹേവിയറിൽ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇനിയോഗ്രാമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ? ഇനിയോഗ്രാം എന്ന് പറഞ്ഞാൽ എനിയോഗ്രാം എന്നുള്ളത് വേറൊരു സയൻസ് ആണ്. അപ്പൊ അതും ഉപയോഗപ്പെടുത്താട്ടോ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾ കാണുന്നത്, പ്രശ്നമൊന്നുമില്ല, സ്റ്റിൽ അതിനകത്തൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കാണുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അത് വെച്ചുകൊണ്ടാണ് അസസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു എനിയോഗ്രാം പിന്നെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണെന്നുള്ളത് 9 ക്യാരക്ടേഴ്സിൽ ഏതാണെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്താൽ, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ ഇഷ്ടം പോലെ ടെസ്റ്റുകളുണ്ട്. ഒരു കുട്ടിയെ നമ്മൾ വിളിച്ചിരുത്തിട്ട് അവന്റെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 150ഓളം ക്വസ്റ്റ്യൻസിൽ
നിങ്ങൾക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആയി പറയാം. രണ്ടാളുകൾ ഒന്നിച്ചു ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളെ പറ്റി കുറ്റം പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നി വിഷമം വരാറുണ്ടോ? ഇതാണ് ചോദ്യം. ആൻസർ ചിലപ്പോൾ 5 4 ഉണ്ടാവും. ഉണ്ട്, ഇല്ല, വല്ലപ്പോഴും ഉണ്ട്, തീരെ ഇല്ല, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതെന്താ ആൻസർ എഴുതുക? നമുക്ക് എന്റെ ജീവിതത്തിൽ ഇതേവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഒബ്വിയസ്ലി ഞാൻ ഇല്ലാന്ന് എഴുതും. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായാലോ, അതിന് പിറ്റേ ആഴ്ചയാണ് എനിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടെന്ന് എഴുതുള്ളൂ, അല്ലേ? അപ്പോ ആക്യുറസി ഓഫ് എനിയോഗ്രാം ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 60% ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഒരു അക്ഷരം സംസാരിക്കണ്ട, നിങ്ങൾ ഒരു അക്ഷരം ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് മാത്രമേ വെക്കുന്നു, വെച്ചിട്ട് നമ്മൾ പാറ്റേൺ നോക്കുന്നു, അനലൈസ് ചെയ്യുന്നു, ബേസിക് ക്യാരക്ടേഴ്സും റിലേഷൻഷിപ്പ് കമ്പാറ്റബിലിറ്റിയും പറഞ്ഞു തരുന്നു. കുട്ടികളുടെ ആണെങ്കിൽ 10 പേരെ എടുത്തിട്ട് സ്കാൻ ചെയ്ത് വിശദമായ സ്കാനിങ് ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രൊഫഷൻ പറ്റും, അവരുടെ IQ, EQ, AQ, CQ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ലേണിംഗ് പാറ്റേൺ, ലൈക്ക് എങ്ങനെയാണ് പിന്നെ കണ്ടു പഠിക്കണോ, കേട്ട് പഠിക്കണോ, ചെയ്ത് പഠിക്കണോ, എങ്ങനെ പഠിച്ചാലും കൂടുതൽ മാർക്ക് കിട്ടുക, ഏതൊക്കെ ബ്രെയിൻ ലോബിലേക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് ഇവിടെ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. മനോഹരമായ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ട്രേറ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. റിലേഷൻഷിപ്പ് കമ്പാറ്റബിലിറ്റി കൊടുക്കാം, കരിയർ ഗൈഡൻസ് കൊടുക്കാം, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി കൊടുക്കാം, പേഴ്സണാലിറ്റി ട്രേറ്റ് വളരെ സുന്ദരമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്നിങ്ങനെയുള്ള കുറെ സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടക്കുന്ന മനോഹരമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചേർത്തോട്ടെ, ഒന്നുകൂടെ ചോദിച്ചോട്ടെ കൂട്ടത്തിൽ. അപ്പൊ സാറ് പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മുടെ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു സൊസൈറ്റിക്കോ അവരുടെ പേരൻസിനോ റോൾ ഇല്ല എന്ന് പറയേണ്ടി വരത്തില്ലേ അങ്ങനെയാണെങ്കിൽ? അല്ല, അത് അക്വയർഡ് ആണ്, അക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ്. രണ്ടെണ്ണമുണ്ട്, ഒന്ന് ഇൻബോൺ ആണ്, മറ്റൊന്ന് അക്വയർഡ് ആണ്. സർക്കംസ്റ്റാൻസസ് ഇൻ person was born and brought up, അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ സർക്കംസ്റ്റാൻസസ് ഇൻഫ്ലുവൻസ് ചെയ്താലും ഈ കുട്ടിയിൽ, ഈ മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡോമിനൻസ് ആണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ 4 എണ്ണത്തിൽപ്പെട്ട ഒന്നാണ് ഡോമിനൻസ്. ഡോമിനൻസിനെ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈഗിൾ എന്ന ഒരു റെപ്രസെന്റേഷൻ കൊണ്ടാണ്. ഈഗിൾ എന്ന ബേർഡിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഈഗിളിന്റെ പ്രത്യേകത എന്താ? പിടിച്ചോട് നിങ്ങൾ പിടിക്കും, പിന്നെ വിട്ടൂല. നല്ല സ്ട്രോങ് ബിൽഡ് ആണ്. ഒരു കാര്യം തീരുമാനമാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നടപ്പിലാക്കിയിട്ട് വരുള്ളൂ. ഇത് അയാളുടെ പ്രത്യേകതയാണ്. സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസും ഡോമിനൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ചോദിച്ചു. ആ ഡോമിനൻസ് എങ്ങനെയാണ്? ഇതാണ് അതിന്റെ പ്രത്യേകത. ഈ ഡോമിനൻസ് വരുന്നത് തന്നെ ഈ ബ്രെയിനിലെ ന്യൂറോണൽ പാറ്റേണിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ റൈറ്റ് സൈഡിലെ ബ്രെയിനിൽ ഈ ഭാഗത്ത് ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറോണൽ പാറ്റേൺ റെപ്രസെന്റേഷൻ ആയിക്കൊണ്ട് നിങ്ങളുടെ ഫിംഗർ പ്രിന്റിന്റെ മോഡൽ കിട്ടും. അതിൽ 7 ടൈപ്സ് ഓഫ് ഫിംഗർ പ്രിന്റ്സ് ലെഫ്റ്റ് സൈഡിൽ ഞങ്ങൾ പറഞ്ഞു തരുന്ന ആ 7 ഫിംഗർ പ്രിന്റ്സ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ നിങ്ങൾ ഡോമിനന്റ് ആണ്. വേറെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈൻസ് ആണ്. മറ്റു 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെഡിനെസ് ആണ്. ഒരു പ്രശ്നത്തിനും ഞാനില്ല, വലിയ പേടിയാണ്, ഒരു പ്രശ്നത്തിനില്ല, പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് സമാധാനം കിട്ടിയാൽ മതി, അങ്ങനെ ചിന്തിക്കുന്നവരാ. അതേസമയം ഡോമിനന്റിൽപ്പെട്ട 7 ഒന്നാണ് നിങ്ങളെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് കുറച്ച് പ്രയാസപ്പെട്ടാലും എന്നാലും വേണ്ടില്ല, അടുത്ത പണി അവിടെ കൊടുത്ത് അടുത്ത തീരുമാനമാവും, അടുത്ത പ്രശ്നത്തിലേക്ക് പിന്നെയും പോകും, ഒരു പേടി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അവരുടെ ടൈപ്പ് ആൾക്കാർ. ഈ ആൾക്കാരെയൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണം ന്യൂറോണൽ പാറ്റേൺ ആണ്. അതിൽ സർക്കംസ്റ്റാൻസസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തിയാലും അതിന്റെ ഒരു ക്രീം എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാളെ തീരെ ധൈര്യമില്ലാതാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അയാൾ വീണാലും പക്ഷെ ഇതിങ്ങനെ പൊങ്ങി വരും. അത് യഥാർത്ഥ ക്യാരക്ടർ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരിക്കലും ചേഞ്ച് വരുത്താൻ ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ഒരു കുട്ടിയുടെ മ്യൂസിക്കൽ ഇന്റലിജൻസ് വരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് ബൈ ഫിംഗർ പ്രിന്റ് ഉറപ്പാണ്. ജീവിതത്തിൽ ഇന്നേവരെ പാട്ട് പാടിയിട്ടില്ല. ഒന്ന് കൊണ്ടുപോയിട്ട് ട്രെയിനിങ് കൊടുത്തു നോക്കിക്കൂടെ ചോദിച്ചു. 2023 ഡിസംബറിലാണ്. 2023 ഡിസംബറിൽ ട്രെയിനിങ്ങിന് വിട്ടു. ആ വെക്കേഷൻ ഒരു 5 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വിട്ടു. മനോഹരമായിട്ട് കുട്ടി പാടുന്നത്. പാരന്റ്സ് വണ്ടറായി പോയി, ഇത് എങ്ങനെ എന്നെ പോലെ പാടാൻ അറിയാന്ന് നമുക്കറിയില്ലായിരുന്നു. സർക്കംസ്റ്റാൻസ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരമാണ്. എന്റെ കുട്ടി പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പാടാൻ അവസരങ്ങൾ കൊടുത്തിട്ടില്ല. അതിന് കുട്ടിക്ക് അത്ര അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ റൈറ്റ് സൈഡിലുള്ള 4th ലോബിൽ നല്ല ന്യൂറോണൽ ഡെൻസിറ്റി കാണുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് കപ്പാസിറ്റി ഉണ്ടെന്ന് ഒരു അഡ്വൈസ് കൊടുത്തു. അങ്ങനെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയുള്ള അവസരം കുട്ടിക്ക് കൊടുക്കാൻ നവംബർ മാസത്തിൽ കൺസൾട്ടേഷൻ വന്നപ്പോൾ ഡിസംബർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. വെക്കേഷൻ സമയത്ത് 5 ദിവസം കൊണ്ട് കുട്ടി മനോഹരമായിട്ട് പാടി. അവര് തന്നെ വണ്ടറായി പോയി. നോക്കൂ, നമുക്ക് പോലും അറിയില്ലാത്ത നമ്മളെ പുറത്തുകൊണ്ടുവരികയാണ്. എനിക്ക് എന്നെ പറ്റി അറിയാത്ത പല കാര്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ സർക്കംസ്റ്റാൻസസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സംശയമില്ല. ദോസ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ ആർജിതമായ സ്വഭാവങ്ങളാണ്. പക്ഷേ നമുക്ക് ഒരു ജന്മസിദ്ധമായ ചില പ്രത്യേകതകളുണ്ട്. അതിനെ മനസ്സിലാക്കി അതിനെ ട്യൂൺ ചെയ്ത് അതിനെ നമ്മൾ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ
ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളിലേക്ക് അത് എത്തും. ബിക്കോസ് ദാറ്റ് ഈസ് പാഷൻ. ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് പോലും പാഷൻ വേണം. അല്ലെങ്കിലോ ക്ഷീരകർഷക അവാർഡ് നേടിയ യുവ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ പോലെ പത്രത്തിൽ വരും. ക്ഷീരകർഷക അവാർഡ് നേടിയ യുവ എഞ്ചിനീയർ. എഞ്ചിനീയറിംഗിന് പോയ 4 കൊല്ലം കൊണ്ട് BSc അഗ്രികൾച്ചറിന് പോയിരുന്നെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലെത്തുമായിരുന്നു. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരു മനുഷ്യനെ എഞ്ചിനീയറിംഗിന് വിട്ടപ്പോഴായ പ്രശ്നം അതാണ്. ഇതുപോലെ നേരെ തിരിച്ചുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പിന്നെ ഒരു ബിസിനസ്സിന് കപ്പാസിറ്റി ഉള്ള ഒരാളെ, ബിസിനസ് മൈൻഡ് ഉള്ള, അതിന് പറ്റാവുന്ന ബ്രെയിൻ ഉള്ള ഒരു കുട്ടിയെ ഡോക്ടറാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ കിഡ്നിയും ലിവറും ഒക്കെ അവനെടുത്ത് വിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയും കൂടി മനസ്സിലാക്കണം, എത്തിക്സ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തിരിച്ചു മറിച്ചൊക്കെയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് പറ്റുന്ന ഫീൽഡിനെ കൃത്യമായി കണ്ടെത്തി അതിന് ചെറുപ്പത്തിലേ ബൂസ്റ്റ് ചെയ്ത് അവരെ ഇഗ്നൈറ്റ് ചെയ്ത് ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ അവർ ശ്രമിച്ചാൽ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ വളരെ പെട്ടെന്ന് അവർ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ലക്ഷ്യബോധമില്ല. എവിടെ എത്തണമെന്ന് അറിയില്ല. ഒഴുക്കിനൊത്തൊരു പോക്കാണ്. എത്തുന്നിടത്തെത്തും. ഇതാണ് അതിന്റെ പ്രത്യേകത. അതൊക്കെ മാറ്റിയിട്ട് മക്കളുടെ പ്രൊഫഷൻ സെറ്റ് ചെയ്യാനും മക്കളുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ വരുന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. ആദ്യം പറഞ്ഞ പോലെ കോസ്റ്റ് ഫോർ ദ പ്രോഗ്രാം ഈസ് ആബ്സല്യൂട്ട്ലി 0. അവിടെ നിങ്ങൾ എത്തുക എന്ന് മാത്രമേ ഉള്ളൂ. 1 ഡേ നമ്മൾ വിഷയം. ഓക്കെ, താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ലിസണിംഗ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ നോർമൽ ബേസിക് സൈക്കോളജിയായിട്ട് ലിങ്കിങ് ആണോ? ഞാനിപ്പോ സൈക്കോളജി സ്റ്റഡി ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിങ് റിലേഷൻഷിപ്പ് എടുത്തേക്കാം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ബേസിക്കലി ടെസ്റ്റുകളൊക്കെ 1850s മുതലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി കടന്നു വന്നതോടുകൂടി ഫിംഗർ പ്രിന്റ്സ് അസസ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ന്യൂറോണൽ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് അയാളുടെ ബേസിക് പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കി എടുക്കാനും അതനുസരിച്ച് ഗൈഡൻസ് കൊടുക്കാനും ഇത് കൂടുതൽ ടൂൾസ് അവൈലബിൾ ആണ്. ടെസ്റ്റ് പണ്ടേ ഉള്ളതാണ്, മനുഷ്യരും പണ്ടേ ഉള്ളതാണ്, ഫിംഗർ പ്രിന്റ്സ് നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള 95 to 99% ആക്യുറസിയിൽ ഒരു റിപ്പോർട്ട് കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഇന്നിപ്പോ നമുക്ക് AI-യുടെ ഡെവലപ്മെന്റോടുകൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിനെ വേണ്ടി പോപ്പുലാരിറ്റി കിട്ടി വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇത്തരം ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയങ്ങൾ? വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാർ? ഓക്കെ, മറ്റു സംശയമൊന്നുമില്ലാതിരിക്കുന്നു. കൂടുതൽ സംശയം നമുക്ക് വർക്ക്ഷോപ്പിൽ കാണാം. നമുക്ക് ഇതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാറുടെ ഒരു കൺവിൻസ്ഡ് ആയിട്ട് ഡേറ്റ് നമുക്ക് പറയാം. നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന സാറിന് വളരെയധികം നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ. താങ്ക് യു സർ. Thank you, sir. Thank you so much. Session ending.